നമസ്കാരം. നമ്മൾ SKN അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൻ്റെ 4 പതിറ്റാണ്ട് പിന്നിടുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു യാത്ര ആസൂത്രണം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ 4 പതിറ്റാണ്ട് മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ അത് ഒന്ന് ആഘോഷിക്കേണ്ട സമയം തന്നെയാണ്. പക്ഷേ അത്തരം ഏതെങ്കിലും ഒരു ആഘോഷത്തിന് പറ്റിയ സാഹചര്യമല്ല നമ്മുടെ നാട്ടിലുള്ളത് എന്ന തിരിച്ചറിവാണ് നമ്മൾ ഈ ലഹരിക്കും അക്രമത്തിനുമെതിരെ ഒരു സന്ദേശവുമായി കേരളത്തിലെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ജനപദങ്ങളിലൂടെ ഒരു യാത്ര നടത്താൻ തീരുമാനിച്ചത് SKN. അങ്ങനെയാണ് നമ്മൾ ഏതാണ്ട് 15ാമത്തെ ദിവസമാണ് നമ്മൾ ഈ യാത്ര ഇപ്പോഴെത്തി നിൽക്കുന്നത്. തെക്കൻ കേരളവും മധ്യ കേരളവും പിന്നിട്ട് അല്ലെങ്കിൽ മധ്യ കേരളം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നമ്മൾ എറണാകുളത്തെ പര്യടന പരിപാടി ഇന്ന് അവസാനിക്കും. നാളെ തൃശ്ശൂർ ജില്ലയിലേക്ക് പര്യടനം കടക്കും. ഇതിനോടകം നമ്മൾ ഈ അക്രമത്തിനും ലഹരിക്കുമെതിരെ നമ്മൾ ഉയർത്തിയ ഈ മുദ്രാവാക്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങൾ ഏറ്റെടുത്തു എന്നതാണ് ഈ യാത്ര എറണാകുളത്ത് അങ്കമാലിയിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് നൽകുന്ന വലിയ സന്തോഷം. അത് മറ്റൊന്നുമല്ല, യാത്ര തുടങ്ങിയ ദിവസം അന്ന് കേരള മുഖ്യമന്ത്രിയുമായി SKN ഒരു അഭിമുഖ സംഭാഷണം, ദീർഘമായ ഒരു അഭിമുഖം നടത്തിയിരുന്നു. ആ അഭിമുഖത്തിൽ ഈ വിഷയത്തിൽ എന്താണ് 24 നടത്താൻ ആഗ്രഹിക്കുന്നത്, നടത്താൻ ശ്രമിക്കുന്നത് എന്ന കാര്യം സർക്കാരിനെ ഔദ്യോഗികമായി തന്നെ അദ്ദേഹം അറിയിച്ചിരുന്നു. അന്ന് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ 24 ഒരു മാധ്യമം എന്ന നിലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ അതിനോട് അങ്ങേയറ്റം സ്വാഗതം ചെയ്യുകയും ഈ പര്യടനം പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ ഒരു റിപ്പോർട്ട് എന്ന നിലയിൽ അത് സർക്കാരിലേക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തീർച്ചയായും അത്തരമൊരു റിപ്പോർട്ട് സർക്കാരിന് 24 ഒരു വാർത്താ മാധ്യമം എന്ന നിലയിൽ, ഒരു വാർത്താ ചാനൽ എന്ന നിലയിൽ വളരെ ഉത്തരവാദിത്വത്തോടെ അത്തരമൊരു റിപ്പോർട്ട് സർക്കാരിലേക്ക് നൽകുന്നുണ്ട്. അതിൽ ഞങ്ങൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ, ഈ രാസലഹരിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഹോട്ട്സ്പോട്ടുകൾ, അത് കൃത്യമായി ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ സ്ഥലങ്ങൾ ഉൾപ്പെടെ അത് മാർക്ക് ചെയ്ത് തന്നെയാണ് നൽകാൻ പോകുന്നത്. അതിന് പിന്തുണ നൽകുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരുടെ പേര് വിവരം ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടായി മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തരമന്ത്രിക്ക് എന്ന നിലയിൽ അത് ഞങ്ങൾ കൈമാറുന്നുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ മറ്റൊരു ഭാഗം അത് കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതിന് വേണ്ടി അത് ആ നിലയിലും ഞങ്ങൾ സമർപ്പിക്കും. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ, ഈ പരിപാടി അവസാനിച്ച് 15 ദിവസത്തിനുള്ളിൽ അത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ച് ആ ചടങ്ങിൽ സമകാലിക കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ലഹരിയാണ് എന്ന കാര്യം ഔദ്യോഗികമായി സർക്കാരിനെ അറിയിക്കുന്ന തരത്തിലൊരു റിപ്പോർട്ടുണ്ടാക്കി അതിൽ ഗവൺമെൻറ്റിൻ്റെ സജീവ ശ്രദ്ധ ഇടപെടേണ്ട മേഖലകൾ തിരിച്ച് നൽകാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ നിലയിലുള്ള അന്വേഷണാത്മക ഒരു പത്രപ്രവർത്തനം, ഒരു ജേർണലിസ്റ്റിക് എഫേർട്ട് ഈ യാത്രക്കിടയിൽ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഒരു പക്ഷേ നിശബ്ദമായാണ് അത്തരമൊരു നീക്കം നടക്കുന്നത് എന്നുകൂടി ഈ ഘട്ടത്തിൽ അങ്കമാലിയിലെ പൗരാവലിയെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾ ഇതിനോടകം കടന്നു വന്ന വഴികളിൽ ഇപ്പോൾ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ക്യാമ്പസുകൾ, പൊതു ഇടങ്ങളൊക്കെ ഞങ്ങൾ സന്ദർശിച്ചു. എല്ലായിടത്തു നിന്നും ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ, ഈ രാസലഹരിയുടെ വ്യാപനം സംബന്ധിച്ച് ആശങ്കാജനകമായ വിവരമാണ് ലഭിക്കുന്നത്. കാരണം നമ്മൾ ഈ യാത്ര തുടങ്ങുമ്പോൾ കരുതിയതിലൊക്കെ അപ്പുറത്തേക്ക് ഈ രാസലഹരിയുടെ വ്യാപനം നമ്മളുടെ സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഞങ്ങളുടെ യാത്ര തുടങ്ങിയ ആദ്യ ദിവസം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ കേരള ചാപ്റ്ററിൻ്റെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ സുൽഫി നൂകം ഞങ്ങളുടെ കൂടെ വളരെ മണിക്കൂറുകളോളം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഒരു പക്ഷേ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരൊറ്റ ഫോൺ കോളിൽ നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ ആവശ്യക്കാർക്കിടയിൽ സിന്തറ്റിക് ലഹരി എത്തിക്കുന്ന സംഘങ്ങൾ ഗ്രാമാന്തരങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്, കാരിയേഴ്സായി പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പിടികൂടുന്ന എക്സൈസോ പോലീസോ പിടികൂടുന്നത് അധികവും ഈ 1.5 ഗ്രാമോ 2 ഗ്രാമോ വിൽക്കുന്ന കാരിയേഴ്സിനെ മാത്രമാണ്. അവരുടെ അപ്പുറത്തേക്ക് അതിൻ്റെ ഉറവിടത്തിലേക്ക് പോകാൻ പലപ്പോഴും നമ്മൾക്ക് കഴിയാതെ വരുന്നു. കാരണം അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള വലിയ നെറ്റ്വർക്കാണ്. 2015-16 കാലങ്ങളിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം, നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, RAW എന്ന് നമ്മൾ പറയുന്ന അന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ വ്യാപനം സംബന്ധിച്ച ഇൻ്റർനാഷണൽ നെറ്റ്വർക്കിനെ പറ്റി. അവരന്ന് പറഞ്ഞത് ഇന്ത്യ എന്നത് അന്ന് അവരുടെ ഒരു ഹബ്ബായിരുന്നില്ല, പകരം ഒരു ഹൈഡ് ഔട്ട് ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പോൾ അമേരിക്കയിലോ യൂറോപ്പിൽ നിന്നോ ലാബുകളിൽ ഉണ്ടാക്കുന്ന ഈ മാരകമായ സിന്തറ്റിക് ലഹരി അവർക്ക് വിതരണത്തിന് വിവിധ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു എന്താണ് ഒരു വെയർഹൗസായി ഒരു സമയത്ത് 2015 മുതൽ ഏതാണ്ട് ഒരു 19 വരെ ഇന്ത്യ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് RAW അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത്
പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്ന് കപ്പൽ മാർഗവും ഒക്കെ തുറമുഖങ്ങൾ വഴി സീപോർട്ട് എയർപോർട്ട് വഴിയൊക്കെ ഇത് ഈ കാരിയേഴ്സ് വഴി കൊണ്ടുപോവുകയായിരുന്നു ചെയ്തിരുന്നത്. അന്ന് ഇന്ത്യയിൽ അത്തരം ഒരു വിതരണത്തിന് ഈ പറയുന്ന ലഹരി സംഘങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. കാരണം ഒരു ഹൈഡ് ഔട്ടിൽ വിതരണം നടത്തി അവർ പെട്ടെന്ന് നോട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചിരുന്നില്ല, വിതരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏതാണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് അതിമാരകമായി ഇന്ത്യയിൽ അത് വിതരണം നടത്തുന്ന ഇത്തരം സംഘങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം ഇത്തരം കാർട്ടൽ ഇപ്പോൾ പലതരത്തിലുള്ള ഇൻ്റർനാഷണൽ നെറ്റ്വർക്കുകൾ ഇതിൽ പ്രവർത്തിക്കുന്നു. കൊളംബിയൻ കാർട്ടൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അവരെ പറ്റി. അവരൊക്കെ ഇത് ഉപയോഗിക്കുന്നതും ഇത് വിതരണം ചെയ്യുന്നതും നമ്മൾ കരുതുന്നതിനൊക്കെ അപ്പുറത്തേക്കാണ്. അതായത് അവർക്ക് വേണമെങ്കിൽ അവരെ എതിർക്കുന്ന രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാം. എത്ര കോടി നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കുള്ള $US അവർക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അവരെ എതിർക്കുന്ന NGOകളെ വ്യക്തികളെ അവർക്ക് ഇല്ലാതാക്കാൻ കഴിയും. അപ്പോൾ ആ നിലയിൽ അവരെ സഹായിക്കുന്ന ഭരണകൂടങ്ങളെ അവർക്ക് അതത് രാജ്യങ്ങളിൽ അതത് സംസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ കഴിയും. പാവ ഗവൺമെൻറ്റുകളായി അവർക്ക് അങ്ങനെ സർക്കാരുകളെ ഉണ്ടാക്കാൻ കഴിയും, ഇല്ലാതാക്കാൻ കഴിയും. ആ നിലയിൽ ഇടപെടുന്ന വലിയ ഒരു ശത്രുവിനെതിരാണ് നമ്മൾ പോരാടുന്നത്. നമ്മൾ നേരിടുന്ന ശത്രു എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. നമ്മൾ ഒരു പക്ഷേ നമ്മളുടെ മനസ്സിലുള്ളത് നമ്മളുടെ പോലീസോ എക്സൈസോ പിടികൂടുന്ന ഈ വളരെ ചെറിയ അളവിൽ കൈകാര്യം ചെയ്യുന്ന കഞ്ചാവോ സിന്തറ്റിക് ഡ്രഗോ കൈകാര്യം ചെയ്യുന്ന ചെറിയ കാരിയേഴ്സിനെ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് $422 ബില്യൺ ഇവരുടെ പ്രതിവർഷ വരുമാനം. ഓരോ വർഷവും 60% വീതം ഇവരുടെ ലാഭം കൂടുകയാണ്. ഞാൻ പറഞ്ഞ ഈ പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളുടെ ഈ ലഹരി നെറ്റ്വർക്കുകളുടെ ലാഭം കൂടുകയാണ്. 2017 ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഡീകോഡ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അവർ ഒനിയൻ സോഫ്റ്റ്വെയർ എന്നാണ് അവർ പറയുക. എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിയുടെ ഓരോ പാളി ഇളക്കുന്നത് പോലെയാണ്. അത് ഒരു കാരണവശാലും പിടി കിട്ടില്ല. ഒന്ന് ഇളകുമ്പോൾ അടുത്തത് വരുന്നു. അങ്ങനെ ഡീകോഡ് ചെയ്യാൻ കഴിയാത്ത ഈ ഒനിയൻ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നമ്മുടെ ഈ പറയുന്ന സൈബർ ലോകത്ത് ഇവർ നടത്തുന്ന ഇടപെടലുകളെ പറ്റി 2017 തന്നെ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം സംസ്ഥാനങ്ങൾക്ക് അതുപോലെ തന്നെ ഈ വലിയ മുന്നറിയിപ്പ് നൽകുന്നു. ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ അന്തർദേശീയ തലത്തിൽ അവർക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ കൈമാറിക്കൊണ്ടിരുന്ന ഒരു വിവരമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ പറയുന്ന ഈ രഹസ്യാന്വേഷണ ഏജൻസികളോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്കോ അറിയാം ഇത്. പക്ഷേ അവർക്ക് ഡീകോഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഏറ്റവും ഒടുവിൽ 2-3 ദിവസം മുമ്പ് വന്ന ഒരു റിപ്പോർട്ട് നമ്മളെ വീണ്ടും ഞെട്ടിക്കുന്ന, അതായത് ഈ രാസലഹരിയുടെ കൂട്ട് ഇവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ കണ്ടന്റ്, അതിലെ കെമിക്കൽ കണ്ടന്റ് അത് ലാബുകളിൽ ഉണ്ടാക്കുന്നതാണല്ലോ. ഈ ലാബുകളിൽ ഉണ്ടാക്കുന്ന ഈ രാസലഹരിയുടെ കൂട്ട് അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഇപ്പോൾ ബംഗളൂരുവിലെ ലാബുണ്ട്. അപ്പോൾ ഫോറൻസിക് സയൻസ് FSL ബംഗളൂരു. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പിടിക്കുന്ന ഒരു ലഹരി നമുക്ക് FSLൽ കൊടുത്താൽ അതിലെ കണ്ടന്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫോറൻസിക് സയൻസ് ലാബിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിൽ ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ കെമിക്കൽ കണ്ടന്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇടവേളകളിൽ അത് മാറ്റാൻ കഴിയും. പുതിയ ലഹരി ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് കഴിയും. ഇപ്പം ഏറ്റവും മാരകമായ ഒരു ലഹരിയാണ് മെത്തഫെറ്റമിൻ്റെ ഒരു പ്രത്യേകത, ഒറ്റത്തവണ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന് അഡിക്റ്റ് ആവും. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്ക് മെത്തഫെറ്റമിൻ്റെ ഒരു ഡോസ് കഴിച്ചാൽ നാളെ 12 മണിയാകുമ്പോൾ നമ്മുടെ ശരീരം ഈ മെത്തഫെറ്റമിൻ്റെ ആ ഡോസ് നമ്മളോട് ആവശ്യപ്പെടും. ആ നിലയിൽ ഒറ്റത്തവണ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഒട്ടിപ്പിടിക്കും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അങ്ങനെ ഒറ്റ ഉപയോഗത്തിൽ നമ്മളെ ജീവിതകാലം മുഴുവൻ അടിമയാക്കുന്ന, ജീവിതകാലം മുഴുവനൊന്നുമില്ല കേട്ടോ, 10 വർഷം കൊണ്ട് അയാൾ മരിച്ചു പോകും. മാരകമായ മരണമായിരിക്കും. എന്ന് വെച്ചാൽ അയാളുടെ മരണം അങ്ങേയറ്റം ഈ പറയുന്ന എല്ലാ നരകയാതനകളും അനുഭവിച്ചായിരിക്കും ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾ മരിക്കുക. അങ്ങനെ ഒറ്റ ഉപയോഗത്തിൽ നമ്മളെ അഡിക്ഷൻ ഉണ്ടാക്കുന്ന മെത്തഫെറ്റമിൻ, എഫ്രിഡിൻ എന്ന് പറയുന്ന മറ്റൊരു ലഹരി വസ്തു അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഡിമാൻഡ് ഉള്ളതാണ്. എഫ്രിഡിൻ പണ്ടൊരു സസ്യത്തിൽ നിന്ന് എടുക്കുന്നതായിരുന്നു. ആ എഫ്രിഡിന് പിന്നീട് അത് കെമിക്കൽ ലാബുകളിൽ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. അങ്ങനെ അതിമാരകമായി ഇത്തരം സിന്തറ്റിക് ലഹരികൾ കൈകാര്യം ചെയ്യുന്ന വലിയ കാർട്ടലുകളുണ്ട്. കൊളംബിയൻ കാർട്ടലുകൾ എന്നൊക്കെ പറയുന്ന വലിയ കാർട്ടലുകൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെപ്പറ്റി എന്താണ് UN ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം എന്ന് പറഞ്ഞ ഒരു ഏജൻസി ഉണ്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക്. ഐക്യരാഷ്ട്രസഭ പറയുന്നത് കൊക്കൈൻ്റെ ഇന്നത്തെ വില അവരുടെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയാണ്. അത്രയും ഈ കൊളംബിയൻ കാർട്ടലുകളൊക്കെ കൊക്കൈൻ്റെ ഇന്നത്തെ വില അല്ലെങ്കിൽ ചരസിൻ്റെ ഇന്നത്തെ വില, ആ നിലയിൽ ലഹരി മരുന്നുകളുടെ വില പരസ്യമായി പ്രഖ്യാപിച്ച് കച്ചവടം നടത്തുന്ന
വലിയ അന്താരാഷ്ട്ര മാഫിയ സംഘങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ നേരിടുന്ന ശത്രു എന്ന് പറയുന്നത് ചെറിയതൊന്നുമല്ല. ഒരുപക്ഷെ നമ്മുടെ മാനവരാശി ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ശത്രു ലഹരി തന്നെ ആയിരിക്കും. അത് തലമുറകളെ ഇല്ലാതാക്കുന്നതാണ്. നമ്മുടെ യുവതലമുറയെ ഇല്ലാതാക്കുന്ന, നമ്മുടെ മനുഷ്യ വിഭവശേഷിയെ കാർന്നു തിന്നുന്നതാണ്. ഒരു ജനറേഷനെ തുടച്ചു നീക്കാൻ പ്രാപ്തമാണ്. അതിനെ വളരാൻ അനുവദിച്ചുകൂടാ. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കൊളംബിയൻ കാർട്ടലിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ അത് എത്രത്തോളം വിലപ്പോകുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയിൽ വന്നതിന് ശേഷം അവരെടുത്ത ആദ്യത്തെ തീരുമാനങ്ങളിൽ ഒന്ന് ഈ നിലയിൽ സിന്തറ്റിക് ഡ്രഗ്സ് വിൽക്കുന്ന കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ ടെറർ ഓർഗനൈസേഷനായി, ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ ചരിത്രത്തിലോ ലോകത്തിൻ്റെ ചരിത്രത്തിലോ ഇത്തരം കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ ഒരു ടെറർ ഓർഗനൈസേഷനായി പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉൾക്കടലുകൾ, ഇപ്പോൾ ഈ ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് പുറകിൽ വലിയ തോതിലുള്ള ഡ്രഗ്സ് ട്രാഫിക്കിംഗ് നടക്കുന്നുവെന്നാണ് നമ്മുടെ സമുദ്ര അല്ലെങ്കിൽ ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത്. 2019-2020 വർഷങ്ങളിൽ ഇറാനിയൻ മേഖലയിൽ വലിയ തോതിൽ ലഹരി വേട്ട ഇന്ത്യൻ നേവി നടത്തിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുണ്ട്. ഒരു തവണ ഒരു NIA ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ തവണ പറയായിരുന്നു, ഒരു തവണ കോസ്റ്റ് ഗാർഡ് ഒരു കപ്പലിൽ ഈ ലഹരി കടത്തുന്നു എന്ന വിവരം അറിഞ്ഞു. അവർ ആ കപ്പലിനെ വളഞ്ഞു. കോസ്റ്റ് ഗാർഡും നേവിയും എല്ലാം കൂടി ആ കപ്പലിനെ വളഞ്ഞു. അവരെന്ത് ചെയ്തു? ആ കപ്പലിലെ വിദേശ പൗരന്മാർ ഈ ലഹരി വസ്തുക്കൾ കോടിക്കണക്കിന് വില വരുന്ന ഈ ലഹരി വസ്തുക്കൾ ഉൾക്കടലിലേക്ക് തള്ളി, വെള്ളത്തിലേക്ക് എറിഞ്ഞു. അത് തിരിച്ചെടുക്കാൻ ഒരു ശ്രമവും ഉണ്ടായില്ല. അവരെ നമ്മൾ പിടികൂടി ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ അവരുടെ പക്കൽ നിന്ന് ഈ ലഹരി പിടിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ട് എന്തുപറ്റി? കോടതികൾക്ക് അവരെ വെറുതെ വിടേണ്ടി വന്നു. 2017 നമ്മുടെ വിമാനത്താവളത്തിൽ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടികൂടിയ ഒരു വിദേശി, അയാളുടെ പക്കൽ 3 പാസ്പോർട്ടുണ്ട്. അതിൽ ഒരു പാസ്പോർട്ട് ലോകപ്രശസ്തനായ സിയറ ലിയോണിലെ ഒരു ഫുട്ബോളറുടെ പേരിലാണ്, ഒരു ക്ലബ് ഫുട്ബോളറുടെ പേരിലാണ്. ബോബ്സ് എന്ന് പറയുന്ന ഒരു ഫുട്ബോളറുടെ പേരിൽ ഒരു പാസ്പോർട്ട് ഉണ്ട്. അപ്പോൾ അയാൾ ആ സമയത്ത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ യഥാർത്ഥ ഉടമ നാട്ടിൽ ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ പാസ്പോർട്ട് അയാളെ പിടികൂടി. അയാളുടെ കയ്യിൽ എഫ്രിഡിനും മെത്തഫെറ്റമിനും ഉണ്ടായിരുന്നു. അയാൾ ഇപ്പോഴും, ഞാൻ മനസ്സിലാക്കുന്ന അയാൾ ഇപ്പോഴും കാക്കനാട് ജയിലിലുണ്ടെന്നാണ്. 2017 മുതൽ വിചാരണ തടവുകാരനായി കഴിയുകയാണ്. അയാളോട് ഒരു ഭാഷയിൽ ചോദിച്ചിട്ടും അയാൾ പ്രതികരിക്കില്ല. അയാൾക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷേ അയാൾ സംസാരിക്കുന്നില്ല. അയാൾ ഈ പറയുന്ന ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ ഭാഷകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അയാളെ ദ്വിഭാഷികളുടെ സഹായത്തോടെ ചോദ്യം ചെയ്തു. അയാൾ പറയുന്നില്ല. അയാളെപ്പറ്റി അറിയുന്നത് അയാൾ ഈ കൊളംബിയൻ കാർട്ടൽ സജീവമായൊരു അംഗമാണ്. അയാൾ ഓസ്ട്രേലിയൻ പൗരനാണെന്ന് സംശയിക്കുന്നു. ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. അയാൾ ആരാണെന്ന് നമുക്കറിയില്ല ഇപ്പോഴും. അങ്ങനെ അത് പിടിക്കപ്പെട്ട ഒരാളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ പിടിക്കപ്പെടാത്ത എത്രയോ ആളുകൾ നമ്മുടെ വിമാനത്താവളങ്ങളിലും സീപോർട്ടുകളിലൂടെയും ഒക്കെ എത്രയോ ടൺ കണക്കിന് ലഹരി വസ്തുക്കൾ ഇന്ത്യയിൽ കൈമാറിയിട്ടുണ്ടാകാം. 25,000 കോടി രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളാണ് കഴിഞ്ഞ വർഷം 2024 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിവിധ സംസ്ഥാനങ്ങൾ വഴി പിടിച്ചത്. 25,000 കോടി. ഒരു പാരലൽ എക്കോണമിയാണ്. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സമാന്തരമായി ചലിക്കുന്ന ഒരു പാരലൽ എക്കോണമിയാണ് ഈ സംഘങ്ങൾ നടത്തുന്നത്. അപ്പോൾ കേരളത്തിൻ്റെയൊക്കെ ബജറ്റ്, നമ്മുടെയൊക്കെ വാർഷിക ബജറ്റിനേക്കാൾ എത്രയോ 10 മടങ്ങാണ് ഈ ലഹരി സംഘങ്ങളുടെ പ്രതിവർഷ ലാഭമെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അവർക്ക്, ഞാൻ പറഞ്ഞതുപോലെ, ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനോ പുതിയൊരു ഗവൺമെൻറ്റിനെ സ്ഥാപിക്കാനോ ഇപ്പോൾ അവർക്കെതിരെ നീങ്ങുന്ന ശക്തികളെ ഇല്ലാതാക്കാനോ അവർക്ക് അനുകൂലമായി സംസാരിക്കുന്നവരെ കൊണ്ടുവരാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. വിരൽ ഞൊടിക്കുന്ന വേഗത്തിൽ അവർക്കത് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ നേരിടുന്നത് അത്രയും വലിയ ശത്രുവിനെതിരെയാണ്. അത്തരം വലിയ ശത്രുവിനെ മുന്നിൽ കണ്ടാണ് നമ്മൾ ഈ നടത്തുന്ന ഈ ഫൈറ്റ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും സമരഭടന്മാരാവുക, നമ്മൾ ഓരോരുത്തരും പോരാളികളാകുക, നമ്മൾ ഓരോരുത്തരും ഈ ലഹരി സംഘങ്ങൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുക. SKN പറയാറുണ്ട്, നമ്മളൊരു ഓൾ ഔട്ട് വാർ, ഒരു അന്തിമ യുദ്ധത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ അത്തരമൊരു അന്തിമ യുദ്ധം പ്രഖ്യാപിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ അതിനനുകൂലമായ ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത്. ബോധവൽക്കരണം എന്ന് പറയുന്ന വാക്കിന് സത്യത്തിൽ വലിയ അർത്ഥമില്ലാതായി. ഇത് അറിയാത്തവരല്ല നമ്മൾ. ഈ ലഹരി എന്നത് എത്രത്തോളം അപകടകരമായ സംഗതിയാണെന്ന് അറിയാത്തവരൊന്നുമല്ല നമ്മൾ. പക്ഷേ അതറിയാവുന്നവരും അതിനെപ്പറ്റി മനസ്സിലാക്കുന്നവരുമൊക്കെ ഇതിൻ്റെ പ്രയോക്താക്കളായി പോകുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കാനാണ് എന്ന മട്ടിൽ അവരുടെ സന്തോഷ സമയങ്ങളിൽ ഇത് ഉപയോഗിക്കുകയും ഇതിനൊരു മാന്യത കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. കുറച്ച് കലാകാരന്മാരോ ഒക്കെ അക്കൂട്ടത്തിലുണ്ട്. അത്തരം ശക്തികളെ നമുക്ക് ഒറ്റപ്പെടുത്തണം. പണ്ട് നമുക്കറിയാം, സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നത്, ഈ സ്കൂൾ കുട്ടികളൊക്കെ സ്മോക്ക് ചെയ്യുന്നത് ദൂരെ ആരും കാണാതെ അവർ അധ്യാപകരൊക്കെ കണ്ടാൽ പിടിക്കപ്പെടുമെന്നതുകൊണ്ട് ഒരു സിഗരറ്റ് പലരും കൈമാറി വലിച്ച് അവസാനം അവരെ പിടിക്കുന്നു, അവരെ രക്ഷിതാക്കളെ അറിയിക്കുന്നു.
അത് വലിയ ക്രൈമായിരുന്നു അക്കാലത്ത്. പിന്നീട് പൊതുസ്ഥലങ്ങളിൽ ആളുകൾ ഒരു സങ്കോചവുമില്ലാതെ സ്മോക്ക് ചെയ്യുന്നു. മദ്യപാനത്തിന് അതുപോലെ തന്നെ, മദ്യപിക്കുക എന്നത് വലിയ ക്രൈമായിരുന്നു ഒരു കാലത്ത്. പക്ഷെ പിന്നീട് മദ്യപാനത്തിന് എന്തോ ഒരു മാന്യത കൈവന്നു. ഈ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മളുടെ പത്തനംതിട്ടയിൽ ഒരു സ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ ദിവസം ആ ലാസ്റ്റ് ഡേ എക്സാമിന് വരുന്ന കുട്ടികളുടെ പക്കൽ 4 ബോട്ടിൽ മദ്യം ഉണ്ടായിരുന്നു. അവരുടെ എക്സാം കഴിഞ്ഞ് ആഘോഷിക്കാൻ മദ്യവുമായി വന്നത്. എങ്ങനെ പറ്റുന്നു അവർക്ക് മദ്യം വാങ്ങാൻ? എങ്ങനെ പറ്റുന്നു? അവർക്ക് മദ്യം കിട്ടില്ലല്ലോ. നമ്മുടെ നാട്ടിലെ അബ്കാരി ആക്ട് പ്രകാരം 15 വയസ്സുള്ള ഒരാൾക്ക് എങ്ങനെ മദ്യം കിട്ടുന്നത്? അപ്പോൾ അതാണ് നമ്മളുടെ വ്യവസ്ഥ. ഏതാണ്? അപ്പോൾ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് നമ്മളുടെ കൈകളിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ലൂസാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒറ്റ ഫോൺ കോളിൽ നമുക്ക് വേണ്ട സിന്തറ്റിക് ലഹരി നമ്മുടെ വീടുകളിലോ നമുക്ക് ആവശ്യക്കാരൻ്റെ കൈകളിലോ എത്തുന്നുണ്ട്. അത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ 4 ടിക്കുണ്ട്. 4 ടിക്ക് അടിച്ചാൽ 2 ഡോസ്. ഇതാണത്രേ കണക്ക്. 4 ടിക്കിന് 2 ഡോസ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അംഗമായാൽ മതി. അതിൽ 4 ടിക്ക് അടിച്ചാൽ 2 ഡോസ് നമ്മളുടെ ആവശ്യക്കാരൻ്റെ കയ്യിൽ കിട്ടും. ഇതാണ് നമ്മളുടെ നാട്ടിലെ അവസ്ഥ. അപ്പോൾ നമ്മൾ താഴെ തട്ടിലേക്ക് ഇത് വല്ലാതെ പടർന്നിട്ടുണ്ട്. നമ്മൾ ഒരു പക്ഷേ അറിയാതിരിക്കുന്നതോ അല്ലെ കണ്ടിട്ടും നമ്മൾ കാണാത്തവരെ പോലെ നടക്കുന്നത് കൊണ്ടാവാം. പല ഇപ്പോൾ ഞാൻ 2 അമ്മമാരുടെ കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വാക്കുകൾ അവസാനിക്കാം. ഒന്ന് മിനി, കോഴിക്കോടുള്ളതാണ്. കോഴിക്കോട് മിനി എന്താണ്? മകൻ നിരന്തരമായി ലഹരി ഉപയോഗിച്ച് വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുന്നു. ആ അമ്മയെ കൊല്ലുമെന്ന് പറയുന്നു. ആ ലഹരി അയാളുടെ സഹോദരി വിദേശ രാജ്യത്താണ്. BSc നഴ്സിംഗ് കഴിഞ്ഞ് വിദേശത്ത് ജോലി ചെയ്യുകയാണ്. അവരുടെ കുട്ടി നാട്ടിൽ വളരുകയാണ്. ഈ അമ്മയും ആ കുട്ടിയും ഒക്കെ ഒരുമിച്ചാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ, 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ആ സഹോദരി ഗൾഫിൽ നിന്ന് വരുമ്പോൾ അമ്മയും സഹോദരിയെ ഒരുമിച്ച് കൊന്നിട്ട് ജയിലിൽ പോകാൻ. അപ്പോൾ ആ അമ്മ ശല്യം സഹിക്കാതെ ഈ മകനെ പോലീസിൽ ഏൽപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ നടന്നാണ്. മിനി എന്നാണ് അമ്മയുടെ പേര്. മിനി. കോഴിക്കോട് ജില്ലയിലാണ് ആ അമ്മയുടെ വീട്. മറ്റൊരു അമ്മയെ കൂടി ഞാൻ പരിചയപ്പെടുത്താം. എറണാകുളം സ്വദേശിയാണ്. പേര് അശ്വതി. 48 വയസ്സ്. മകൻ 22 വയസ്സ്. അശ്വതിയെയും മകനെയും കൂടി വാളയാറിൽ പിടിച്ചു. ബംഗളൂരുവിൽ നിന്ന് സിന്തറ്റിക് ലഹരിയുമായി വരുമ്പോഴാണ് അമ്മയും മകനുമാണ് ഒരുമിച്ച് പിടിയിലാകുന്നത്. അവർ കുറേ നാളുകളായി തുടങ്ങിയതാണ് ഈ അമ്മ ലഹരി കടത്ത്. അവരുടെ സാമൂഹിക അവരുടെ ജീവിത സാഹചര്യം അവരെ അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. നമുക്കറിയില്ല ആ സാഹചര്യം. മകൻ ആദ്യമായാണ് അമ്മയുടെ കൂടെ ലഹരി കടത്തിന് പോയത്. ആദ്യത്തെ തവണ തന്നെ മകനെയും പിടിച്ചു, അമ്മയും പിടിച്ചു. 2 പേരും ഇപ്പോൾ റിമാൻഡിലാണ്. അപ്പോൾ 2 അമ്മമാർ, അശ്വതിയും മിനിയും, 2 പേരും 2 തരത്തിൽ ഈ ലഹരിയുടെ കാര്യത്തിൽ നമ്മളുടെ മുന്നിൽ നിൽക്കണം. ഒന്ന്, മകൻ്റെ ലഹരി ഉപയോഗം കാരണം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടി മകനെ പോലീസിൽ ഏൽപ്പിച്ച് അവൻ ജയിലിലാണെങ്കിലും ജീവിക്കുമല്ലോ, എനിക്കത് മതിയെന്ന് പറയുന്ന അമ്മ. മറ്റൊന്ന്, മകനെയുമായി ലഹരി കടത്തിന് പോയ ജയിലിലായ അമ്മ. മകനും അമ്മയും ജയിലിലായതാണ് കഥ. അപ്പോൾ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വലിയ മാറ്റം, മക്കളും അച്ഛനും അമ്മയും മക്കളും സുഹൃത്തുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളത നമുക്ക് നഷ്ടപ്പെട്ടു. ആ പറയുന്ന ഇഴയെടുപ്പം നമുക്ക് നഷ്ടപ്പെട്ടു. പരസ്പരം ഒരു ഊഷ്മളമല്ലാത്ത ബന്ധം കുടുംബങ്ങളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. തുറന്ന് സംസാരിക്കാൻ നമ്മുടെ വീടുകളിൽ അവസരമുണ്ടോ, അതിന് അവസരം കുറയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് നമ്മളുടെ ഒരു തലമുറ, നമ്മളുടെയൊക്കെ അനുജനോ അനുജത്തിയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോ ഈ നിലയിലുള്ള ഫ്രസ്ട്രേറ്റഡ് ആണ് നമ്മളുടെ തലമുറ എന്നാണ് ഒരു സൈക്കാട്രിസ്റ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തിനാണ് നമ്മളുടെ കുഞ്ഞുങ്ങളിങ്ങനെ അസ്വസ്ഥരാകുന്നത്? അങ്ങനെ അസ്വസ്ഥരാകാൻ മാത്രമുള്ള പ്രശ്നങ്ങൾ അവർക്ക് എവിടെയാണുള്ളത്? അവർക്ക് പഠന സാഹചര്യം. ഇപ്പോൾ അധ്യാപകർ മക്കളെപ്പോലെ വിദ്യാർത്ഥികളെ കണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിൽ ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. ഇനി അങ്ങനെയുള്ളവരും, ഇതൊരു പ്രൊഫഷനാണ്, ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ മാത്രമായി അതിനെ മാറ്റിയിട്ടുണ്ടോ? ഇനി അങ്ങനെയുള്ള അധ്യാപകരുണ്ടോ? ഈ തുറന്നു പറയാൻ നമുക്ക് നമ്മളുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ അവർക്ക് എന്തെങ്കിലും വേദികളില്ലാത്തതുണ്ടോ? അത് കേൾക്കാൻ കഴിയാത്ത അധ്യാപകരും മാതാപിതാക്കളും നമ്മുടെ ഒപ്പമുണ്ടോ? നമ്മളിലൊക്കെ ഉണ്ടോ? നമ്മളൊക്കെയാണ് അതിന് ഉത്തരവാദികൾ. അങ്ങനെയാണെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് നമ്മളുടെ അനുജനും അനുജത്തിയും കുഞ്ഞുങ്ങളുമെങ്കിൽ അതിന് ഉത്തരവാദിത്വം നമ്മളുണ്ട്. അവരെന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥരാകുന്നതെന്ന് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ യാത്രയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇത് കേവലം ഒരു ചെറിയ വിഷയമല്ല, നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ശത്രുവാണ്. അപ്പോൾ അതിനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാവരും സമരഭടനാവണം, പോരാളിയാവണം, പട്ടാളമാവണം. അപ്പോൾ അതിന് എല്ലാവരുടെയും സഹായം, സഹകരണം, പിന്തുണ ഒക്കെയാണ് നമ്മൾ ഇതിലൂടെ തേടുന്നത്. ഓരോ വേദിയിലും പോകുമ്പോൾ ഇത്തരം ആളുകൾ നമ്മളെ കേൾക്കാനും അറിയാനും അവരുടെ വിവരങ്ങൾ പറയാനും നമ്മളോട് അടുത്തെത്തുന്നുണ്ട്. അത് വലിയ ഊർജ്ജമാണ്. SKN40 അദ്ദേഹത്തിൻ്റെ മാധ്യമ ജീവിതത്തിൻ്റെ 40 വർഷം പിന്നിടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ സാധാരണ വടക്ക് നിന്ന് തെക്കോട്ട് നടക്കുന്നത് പോലൊരു യാത്രയല്ല.
ഇത് തെക്ക് നിന്ന് വടക്കോട്ട് നടക്കുന്ന യാത്ര. അത് മാത്രമല്ല, പ്രത്യേകം ഒറ്റ അജണ്ടയേ ഉള്ളൂ. എന്താണ്, ലഹരിക്കും അക്രമത്തിനുമെതിരെ ഒരു പോരാട്ടം. അത് മാത്രമാണ് അജണ്ട, വേറൊരു അജണ്ടയില്ല അതിനകത്ത്. ഒരു അജണ്ട മാത്രം മുന്നോട്ട് വെച്ച് ഒരു മാധ്യമപ്രവർത്തകൻ നടത്തുന്ന യാത്ര, ഇത്തരമൊരു യാത്ര ഇന്ത്യയിൽ വേറെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരമൊരു യാത്ര നടത്താൻ ആരെങ്കിലും ധൈര്യം കാണിക്കുമോ, മുന്നോട്ട് വരുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഞങ്ങൾ ചെല്ലുന്ന സ്ഥലത്തൊക്കെ ആളുകൾ വളരെ രഹസ്യമായും ഒക്കെ നമ്മളോട് അവരുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട്, ക്രോഡീകരിക്കുന്നുണ്ട്. സമഗ്രമായ റിപ്പോർട്ട് തന്നെ നമ്മൾ സർക്കാരിലേക്ക് കൈമാറും. അതിന്മേൽ നടപടിയെടുക്കാൻ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് ഫോളോ അപ്പ് ഉണ്ടാകും. ഒരു മാധ്യമം എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഇടപെടൽ അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുമെന്നൊരു ഉറപ്പാണ് അങ്കമാലിയിലെ പൗരാവലിക്ക് മുൻപാകെ ഞങ്ങൾക്ക് വയ്ക്കാനുള്ളത്. SKN അല്പസമയത്തിനകം എത്തും. അദ്ദേഹം ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. എന്നോടൊപ്പം ഉള്ളത് പ്രവിത ലക്ഷ്മിയാണ്. പ്രവിത മറ്റു ചില കാര്യങ്ങൾ കൂടി പറയും. PP ജെയിംസ് സാറ് ഇവിടെയുണ്ട്. ജെയിംസ് സാറിനെ കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ S. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര ദുഷ്കരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് വിജയകുമാറിന്റെ വാക്കുകളിലൂടെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. പലപ്പോഴും വാർത്തകളിൽ കുറേ നാളുകളായി ലഹരി ഇല്ലാത്ത, അല്ലെങ്കിൽ കഞ്ചാവ് പിടിക്കാത്ത, അല്ലെങ്കിൽ MDMA പിടിക്കാത്ത ഒരു വാർത്താ ദിനം പോലും കടന്നു പോകുന്നില്ല. വാർത്താ അവതാരക എന്നുള്ള നിലയിൽ ഈ ഒരു വാർത്തയില്ലാത്തൊരു ബുള്ളറ്റിൻ പോലും വായിക്കാത്ത ഒരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞങ്ങൾ കടന്നു പോകും, അല്ലെങ്കിൽ ഒന്നല്ല, കുറച്ചധികം കാലമായി കടന്നു പോകുന്നത്. മുൻപും കഞ്ചാവ് പിടിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയധികം സിന്തറ്റിക് ഡ്രഗ്സ് പിടിക്കുന്നത് നമ്മൾ വാർത്തകളിൽ അത്രയധികം ഇടം പിടിച്ചിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ന് 500 ഗ്രാം കഞ്ചാവാണ്, MDMA ആണ് പിടിച്ചിരിക്കുന്നത്. MDMA എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശേഷി അത് എന്തുമാത്രമാണെന്ന് ഇപ്പോൾ S. വിജയകുമാർ ഇപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ അടുത്ത് UNODCയുടെ ഒരു കണക്ക് പുറത്തു വന്നിരുന്നു. അത് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഫോർ ഡ്രഗ്സ് ആൻഡ് ക്രൈം കൺട്രോൾ എന്നാണ് ആ UNODCയുടെ കണക്ക് പുറത്തു വന്നത് പ്രകാരം 20%, ലോകത്ത് 20% ആളുകൾ ഈ ലഹരി ഉപയോഗം കൂടിയിട്ടുണ്ട്. അതായത് ആകമാനം ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ 20% കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ 18% സ്ത്രീകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ 18% സ്ത്രീകൾക്ക് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു ട്രീറ്റ്മെന്റ് കിട്ടുന്നത്. ഇനി പുരുഷന്മാരുടെ അവസ്ഥ പറയുകയാണെങ്കിൽ 11 ഒരാൾക്ക് മാത്രമാണ് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു അന്തരം എന്തുമാത്രം വലുതാണെന്ന് നിങ്ങളത് മനസ്സിലാക്കണം. ഇപ്പോൾ വിജയകുമാർ പറഞ്ഞ ഈ 2 അമ്മമാരുടെ കാര്യം പറഞ്ഞു. അത് തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലേ, ഇതിലൊരു ജെൻഡർ വ്യത്യാസമില്ല, ഒരു ലിംഗ വ്യത്യാസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ഈ സാഹചര്യം, നമ്മുടെ ഈ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്, സാക്ഷര കേരളമാണ്. നമുക്കപ്പോൾ അറിയാം ഇതിൻ്റെ വരുംവരായികൾ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കഞ്ചാവ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ കഞ്ചാവ് കാണാത്ത എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ പ്രേക്ഷകരിലേക്ക് പലപ്പോഴും എത്തിക്കാറുണ്ട്. ഇന്നിപ്പോൾ കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് വളരെ സുലഭമായി ലഭിക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു നിയമം ഉണ്ടെങ്കിൽ പോലും അതിൽ എന്തുകൊണ്ട് ഇത്രയും കാലം ഒരു പിടി വീണില്ല എന്നുള്ള വലിയ ചോദ്യചിഹ്നം നിൽക്കുന്നു. അപ്പം ഇതിന് ഓരോരുത്തരും, ഇതിപ്പം സർക്കാരിന്റെ മാത്രം ഭാഗത്തെ ഒരു ശ്രമമാണെന്ന് കരുതി നമുക്കിതിൽ മാറി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ തീർച്ചയായിട്ടും ഇടപെടേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ യൂണിറ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് കുടുംബം വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് സമൂഹം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനവും തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരിൽ നിന്നാണ് എന്നാണ് പറയേണ്ടത്. കാരണം ഇതിപ്പോൾ വെറുതെ പറഞ്ഞു വിടാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വെറുതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വിടുക എന്നുള്ളതിനപ്പുറം ഇതിൻ്റെ ആ ഒരു കാഠിന്യം എത്രത്തോളം വലുതാണ് എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നത്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ MDMAയോ അല്ലെങ്കിൽ ഈ സിന്തറ്റിക് ഡ്രഗ്സോ അല്ലെങ്കിൽ കഞ്ചാവോ മാത്രമല്ല. ലഹരി എന്ന് പറയുന്നതിൽ ഇപ്പോൾ മദ്യപാനവുമുണ്ട്, അതോടൊപ്പം തന്നെ സിഗരറ്റുമുണ്ട്. ഇപ്പോൾ ഇതിനെയൊക്കെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയാൽ തന്നെ ജീവിതം എത്ര സുന്ദരമാകുമെന്നാണ് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഇപ്പോൾ വാർത്തയിൽ കണ്ടുവരുന്ന പല സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ അക്രമങ്ങളുടെ തോത് അത് വളരെയധികം കൂടുകയാണ്, പ്രത്യേകിച്ച് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഏതൊരു ക്രൈം വാർത്ത നോക്കിയാലും അറിയാം, അതിൽ എവിടെയെങ്കിലും ഒരു ലഹരിയുടെ ഉപയോഗം ഉണ്ടാകും. അത്രത്തോളം ലഹരി നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് SKN അദ്ദേഹത്തിന്റെ 40 വർഷം മാധ്യമരംഗത്ത് പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ ഇത്ര വലിയ ഒരു സാമൂഹിക പ്രശ്നമാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ തുരത്താൻ, അതായത് ഇതിന്റെ അവസാന കണ്ണിയെയും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ തുടച്ചു നീക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്യാമ്പയിനുമായി എത്തുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ ഓരോരുത്തരെയും സഹായം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. പറഞ്ഞു വരുന്നത് ഈ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ അതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നതിനപ്പുറം ഇതിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിലൊരു ആശയമുണ്ടെങ്കിൽ അതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും
പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ സ്കൂളുകളിൽ ഇപ്പോൾ അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ കുട്ടികളെ വഴക്ക് പറയാനോ പോലും പറ്റാത്ത സാഹചര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു അധ്യാപിക പറഞ്ഞതാണ്, പലപ്പോഴും അവർക്ക് കുട്ടികളുടെ അടുത്ത് പലതും പറയണം എന്നുണ്ട്, പക്ഷേ അവരുടെ തന്നെ മാതാപിതാക്കൾ വന്ന് എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല, ഇപ്പോൾ ഡ്രഗ്സ് പിടിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പിടിക്കുകയാണ്, എന്തെങ്കിലും ഒരു തെറ്റായ ഒരു കാര്യം പിടിക്കുകയാണെങ്കിൽ തന്നെ മാതാപിതാക്കൾ തന്നെ വന്ന് കുട്ടികൾക്ക് സൈഡ് പറയുന്നതാണ് കാണുന്നത്. എൻ്റെ കുട്ടികൾ അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ എൻ്റെ മോനോ എൻ്റെ മോളോ അത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നതാണ് കാണുന്നത്. പലപ്പോഴും ഇത് തന്നെയാണ് പ്രശ്നമായി മാറുന്നത്. ശരിയാണ്, നിങ്ങളുടെ കുട്ടികൾ അത് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ സ്വന്തക്കാരങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. പക്ഷേ അതിനൊക്കെ അപ്പുറം മറ്റൊരു വശം കൂടിയുണ്ട്. ഒരുപക്ഷെ അവർ മനഃപൂർവ്വമായിരിക്കില്ല ഇതിലേക്ക് കടന്നു വരുന്നത്. ഒരുപക്ഷെ അവരുടെ കൂട്ടുകെട്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഒരു പശ്ചാത്തലമാകാം, അല്ലെങ്കിൽ അവരുടെ നിസ്സഹായാവസ്ഥയാകാം. പക്ഷെ ഇതിൽ നിന്നെല്ലാം മാറി എങ്ങനെ ഒരു നല്ല സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കണം എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ലഹരി പിടിക്കുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ പോലും അതിൻ്റെ ആ സീരിയസ്നെസ് മനസ്സിലാക്കി അതിലൊരു ഇടപെടൽ വേണം എന്നുള്ളിടത്താണ് നമ്മളുടെ ആ ആദ്യ പ്രവർത്തനം അല്ലെങ്കിൽ ആദ്യ ചുവട് ആരംഭിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല ലഹരി ഉപയോഗം അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളത്. പലപ്പോഴും മാനസിക രോഗത്തിന് സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത് ഈ ലഹരി ഉപയോഗിക്കുന്നവർ. ലഹരി ഉപയോഗിച്ചിട്ടില്ല ഞാൻ, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി പറയാനില്ല. എന്നാലും പഠനങ്ങൾ പറയുന്നതനുസരിച്ച് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം എല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ SKN40 ലഹരിയെ തുടച്ചു നീക്കാനായി ഈ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ നേരിട്ടെത്തുന്നത്. SKN ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഈ യോഗം ആരംഭിക്കുകയും ചെയ്യും. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അവിടെ നിൽക്കുന്നവരൊക്കെ ദയവായി ഇങ്ങോട്ടേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹലോ, മൈക്ക് ചെക്കിംഗ് ആദ്യമായിട്ട്. ഓക്കെ, പ്രിയമുള്ളവരെ, നമ്മൾ വലിയൊരു യാത്രയിലാണ്. നിങ്ങൾക്ക് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ പ്രതിസന്ധിക്ക് മുന്നിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ ചെറിയ കുട്ടികൾ പോലും മയക്കുമരുന്നിന് അടിമയാകുകയും പല പള്ളിക്കൂടങ്ങളും ഇതിൻ്റെ കേന്ദ്രങ്ങളാകുകയും പല കോളേജുകളിലേക്കും അപരിചിതരായ ആൾക്കാർ കടന്നില്ലുകയും ഒക്കെ ചെയ്യുകയും വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾക്കും അമ്മമാർക്കും ഒക്കെ വലിയ ടെൻഷനാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരം നിന്ന് ആരംഭിച്ച ഈ യാത്ര കാസർഗോഡ് ഏപ്രിൽ 20-ാം തീയതി എത്തുമ്പോൾ ഒരുപക്ഷെ കേരളം ഒന്നായി ഒരേ ശബ്ദത്തിൽ ഈ സർവ്വ രാസലഹരിക്കാരോടും കേരളം വിട്ടുപോകാൻ ആവശ്യപ്പെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അങ്കമാലിയിലെ ഈ ജനങ്ങളുടെ പിൻബലവും ഒക്കെ നമ്മൾ വളരെ സന്തോഷത്തോടെ കാണുന്നു. അപ്പോൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ MLA ഇവിടോട്ട് വരാനുണ്ട്, മുനിസിപ്പൽ ചെയർമാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു നാടകം ഇപ്പോൾ ഇവിടെ അരങ്ങേറാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിശദമായി എന്തിനാണ് ഇങ്ങനെ ഒരു കേരള യാത്ര നമ്മൾ നടത്തുന്നത്. സാധാരണ പൊതുപ്രവർത്തകർ മാത്രം നടത്തുന്ന ഒരു യാത്ര ഈ 37-39 ഡിഗ്രി ചൂടിൽ എന്നെപ്പോലെ AC റൂമിലൊക്കെ ഇരുന്ന് വാർത്ത വായിച്ചു മാത്രം പരിചയമുള്ള ഒരാൾ ഇറങ്ങി നടക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം ആളുകൾ ചോദിച്ചാൽ അവരോട് നമുക്കൊരു മറുപടിയുണ്ട്. എന്തായാലും നമ്മുടെ കുട്ടികൾ എത്തിയിട്ടുണ്ട്, അവർക്ക് ഒരു സല്യൂട്ട് കൊടുക്കണം അല്ലേ. നമുക്ക് വിശിഷ്ട അതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കാം. MLA ശ്രീ റോജി എം ജോൺ ഉണ്ട്, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നഗരസഭ അധ്യക്ഷൻ ഷിയോപ്പോൾ അദ്ദേഹം വേദിയിലുണ്ട്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കടന്നു വരാം എല്ലാവർക്കും. വരൂ. സ്വാഗതം ആശംസിക്കാൻ നഗരസഭാ അധ്യക്ഷനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, SKN ആദ്യം തന്നെ പറഞ്ഞു ഡ്യൂറേഷൻ. അപ്പോൾ ഡ്യൂറേഷൻ ഞാൻ എടുക്കുന്നില്ല, ഒട്ടും സമയം എടുക്കാതെ പ്രിയപ്പെട്ട എന്നാലും എടുക്കണില്ല. SKN നമ്മുടെ പ്രിയങ്കരായ MLA ശ്രീ റോജി എം ജോൺ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീമതി സിനി മനോജ്, പിന്നെ നമ്മുടെ എല്ലാ മുനിസിപ്പൽ കൗൺസിലേഴ്സിൻ്റെ മർച്ചൻ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റുണ്ട്. ഈ നാട്ടിലെ പ്രധാനപ്പെട്ട മുഴുവൻ ആളുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനാദ്യം തന്നെ വളരെ സന്തോഷം. നമ്മുടെ KSRTC സൂപ്രണ്ടുണ്ട്, മുഴുവൻ ആളുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും ഈ പറയുന്ന പരിപാടി SKN ഒരു കേരളം മുഴുവൻ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നടത്തുന്ന ഈ പരിപാടി വളരെ ഗംഭീരമാണ്. എല്ലാ സ്ഥലത്തും വളരെയധികം വർദ്ധിച്ചു വരുന്ന പിന്തുണയാണ് ലഭിച്ചു വരുന്നത്. ഏതായാലും നമ്മൾ കൗൺസിലിൽ ആലോചിച്ചപ്പോൾ തന്നെ എല്ലാവരും പൂർണ്ണ പിന്തുണ കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങൾ SKNോട് പറയണം. എവിടെയാണ് ഏതെങ്കിലുമൊക്കെ ഉള്ളൊരു പ്രദേശത്ത് നമ്മളൊന്നും വിചാരിച്ചാൽ ചിലപ്പോൾ പോലീസോ
അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായിട്ട് അനങ്ങിയെന്ന് വരില്ല. ഇദ്ദേഹം വിചാരിച്ചാൽ കുറച്ച് അനങ്ങും. അതുകൊണ്ടൊന്ന് അനക്കാൻ കരുതി തന്നെയാണ് ഞങ്ങൾ ഈ പരിപാടി ഏറ്റവും കൂടുതൽ നന്നാക്കാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ 24-ഉം PP ജെയിംസും ഞാനുമായിട്ടുള്ള ബന്ധമൊക്കെ SKN അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്കും അത്രയും താല്പര്യമുണ്ട്. ഏതായാലും ഈ പരിപാടിക്ക് SKനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ റോജി M. ജോണിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. വൈസ് ചെയർപേഴ്സണ് ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ 24 ന്യൂസ് ചാനലിൻ്റെ വിദേശ വാർത്ത വായിക്കുന്ന ശ്രീ PP ജെയിംസിന് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നഗരസഭാ കൗൺസിലർമാർ പൊന്നാട അണിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേഖ, മധു, ജോഷി, പോൾ ജോവർ, ലെക്സി, ഗ്രേസി, ജസ്മി. അപ്പോൾ എല്ലാവരും വന്ന് SKനെ ഇത് പൊന്നാട അണിയിക്കാം. അതിനുള്ള സമയം കൂടി ഉണ്ട്. അത് നീട്ടണ്ട. വേം അജിത ഷിജോയി. മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശരി. സാജു ചാക്കോ ഉണ്ടോ? ജീവധാര, പോളച്ചൻ, മനു നാരായണൻ, പോളച്ചൻ, സജി, ബിജു, ജാബോർ, ആശംസ. രണ്ട് വാക്ക് പറയുന്നതിന് വേണ്ടി PP ജെയിംസിനെ ഇതിനിടയ്ക്ക് ക്ഷണിക്കുന്നു. പ്രിയരെ, SKN at 40 മാർച്ച് 16-ാം തീയതി തുടങ്ങിയതാണ്. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്ത് ആയിരക്കണക്കിന് ആൾക്കാർ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് പരിപാടി തുടങ്ങി വെച്ചത്. ഗ്രാമാന്തരങ്ങളിലൂടെ കടന്നു വരികയാണ്. ഇപ്പോൾ ഇതാ എറണാകുളം ജില്ലയിൽ എത്തിയിരിക്കുന്നത്. നാളെ തൃശ്ശൂർ ജില്ലയിലാണ്. ഞങ്ങളിവിടെ പറഞ്ഞു, വിജയകുമാറൊക്കെ സംസാരിച്ചപ്പോൾ കൃത്യമായി ഇതിനെക്കുറിച്ച് പറഞ്ഞു. കേരളത്തിലെ ഓരോ വീടുകളിലേക്കും ഏറ്റവും ഭീകരമായിട്ടുള്ള ലഹരി വന്നുകൊണ്ടിരിക്കുന്നു. അതിനെതിരെയുള്ള വലിയൊരു പോരാട്ടമാണ് SKൻ്റെ നേതൃത്വത്തിൽ 24-ഉം ഫ്ലവേഴ്സും ചേർന്ന് നടത്തുന്നത്. ഒരുപക്ഷെ മാധ്യമ സ്ഥാപനങ്ങൾ ഇങ്ങനെ രംഗത്ത് വരേണ്ട തരത്തിലേക്ക് കേരള സമൂഹത്തിലെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ജനകീയ സംഘടനകളൊക്കെ ഇത് ഏറ്റെടുക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇവിടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി SKN നടത്തിയ ഒരു അഭിമുഖത്തിലൂടെയാണ് ഇതിനൊരു ഭാഗത്ത് തുടക്കം കുറിച്ചത്. അതിന് ശേഷമായിരുന്നു ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത പരിപാടി. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടുത്തെ MLA ഉണ്ട്, റോജി M. ജോൺ ഉണ്ട്, മുനിസിപ്പൽ ചെയർമാൻ ഷിയോ പോൾ ഉണ്ട്, വൈസ് ചെയർമാൻ ഉണ്ട്, ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ മാത്രമല്ല, മാധ്യമങ്ങൾ ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയോടുകൂടി നടത്തുന്ന വലിയൊരു പോരാട്ടമാണ്. അരുത് അക്രമം, ലഹരി എന്നുള്ളതാണ് SKN നടത്തുന്ന ഈ യാത്രയുടെ ഏറ്റവും വലിയ മുദ്രാവാക്യമായി സ്വീകരിച്ചിരിക്കുന്നത്. SKൻ്റെ 40 വർഷത്തെ മാധ്യമപ്രവർത്തനം വേണമെങ്കിൽ വലിയ ആഘോഷമായി ഞങ്ങൾക്ക് മാറ്റാമായിരുന്നു. ഞങ്ങൾ അതല്ല ചെയ്തിരിക്കുന്നത്. SKനെ പോലുള്ള ഒരു വ്യക്തി അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾ, ഞങ്ങൾ ചാനലിൻ്റെ പോളിസികളൊക്കെ വെച്ചിട്ട് ഒരുപക്ഷെ ഈ സമൂഹത്തെ നേരിടുന്ന വലിയൊരു വിപത്തിനെ നേരിടാൻ വേണ്ടിയുള്ള ഒരു വലിയ തേരോട്ടമാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, സമയത്തിൻ്റെ കുറവുണ്ട്. SKN മറ്റു കാര്യങ്ങൾ സംസാരിക്കും. ഇവിടെ തീർച്ചയായിട്ടും MLA നമുക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള വ്യക്തിയാണ്, എൻ്റെയൊക്കെ പ്രിയ സുഹൃത്താണ് ശ്രീ റോജി M. ജോണിനെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. റോജി M. ജോൺ SKന് പൊന്നാട ചാർത്തുന്നു.
അപ്പോൾ ഈ യാത്ര ഏപ്രിൽ 20 വരെ ഉണ്ടാവും. നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം. അങ്കമാലി ഞങ്ങളുടെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന നഗരവും ഗ്രാമങ്ങളൊക്കെയാണ്. റോജി എം ജോണിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, ഏറെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സമയം കുറവാണ്. നമുക്ക് ആദ്യമേ തന്നെ വളരെയേറെ സന്തോഷമുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഏറ്റവും മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകനായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ SKN, അദ്ദേഹം ഒരു കേരള യാത്ര ആരംഭിച്ച് അത് വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്ര നമ്മുടെ സ്വന്തം അങ്കമാലിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ഈ യാത്രയുമായി അങ്കമാലിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ യാത്രയ്ക്കും അദ്ദേഹത്തിനും നല്ലൊരു സ്വീകരണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്കമാലിയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ട് SKNനെയും അദ്ദേഹത്തിൻ്റെ യാത്രയെയും അങ്കമാലിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഈ യാത്ര. സാധാരണ നിലയിൽ കേരള യാത്ര, കേരള മാർച്ച് എന്നൊക്കെ പറയുന്നത് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഒരു മാധ്യമ സ്ഥാപനം അതിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ SKNനെ പോലുള്ളൊരു വ്യക്തി ഒരു കേരള യാത്ര നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ നൂതനമായിട്ടുള്ള ഒന്നാണ്. അതും ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് ഈ ലഹരി എന്ന മഹാവിപത്തിനെ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്, ഉന്മൂലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പോരാട്ടത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം. ആ പോരാട്ടത്തിന് 24 ന്യൂസ് ചാനലും പ്രിയങ്കരനായ SKNനും നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അങ്കമാലിയുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തെയും സംഘത്തെയും അങ്കമാലിയുടെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വൈസ് ചെയർമാൻ 2 വാക്ക്, കാരണം ഇത്ര പേര് വനിതയായിട്ട് വൈസ് ചെയർമാനേ ഉള്ളൂ. ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ SKN അവറുകൾ, അദ്ദേഹത്തിന് നമ്മുടെ അങ്കമാലി നഗരസഭയിലെ അങ്കമാലി പ്രദേശവാസികൾ നൽകിയ ഈ സ്വീകരണം കാണുമ്പോൾ തന്നെ നമുക്ക് എവർക്കും അറിയാം അദ്ദേഹത്തിന് നമ്മുടെ ഇടയിൽ, നമ്മുടെ ഹൃദയങ്ങളിലുള്ള സ്ഥാനം എന്താണെന്നുള്ളത്. സാറിനിപ്പോൾ മനസ്സിലായില്ലേ ഞങ്ങൾ താങ്കൾക്ക് തരുന്ന ഒരു സ്നേഹവും അതുപോലെ തന്നെയുള്ള ഊഷ്മളമായ സ്വീകരണവും. തീർച്ചയായിട്ടും കേരളത്തിലുടനീളം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അദ്ദേഹം തുടരുന്ന ലഹരിക്കെതിരായുള്ള ഈ പ്രയാണം നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. നമ്മൾ ആദ്യമായിട്ട് ഹോളി ഫാമിലി സ്കൂളിലെ ഈ അതുപോലെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ കുട്ടികൾക്കൊരു നന്ദി രേഖപ്പെടുത്തണം. അവർ അവിടുന്ന് ഒരു റോഡ് ഷോ ആയിട്ടാണ് ഇവിടെ വരെ വന്നത്, നമ്മുടെ റോഡ് ഷോയുടെ ഒരു ജൂനിയർ റോഡ് ഷോ ആയിട്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് പ്രത്യേകം നന്ദി. പിന്നെ ഇവിടെ ഈ ഡ്രാമ അവതരിപ്പിച്ച കുട്ടികൾക്കും നന്ദി, അവർ നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ അവർക്കും ഒരു നന്ദി. അപ്പോൾ വന്ന നിങ്ങൾക്കൊരു നന്ദി. അപ്പോൾ ഇനി നമ്മൾ കാര്യത്തിലേക്ക്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര എന്ന് നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ആലോചിക്കുന്നുണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാർത്താമുറിയിലിരുന്ന് ഈ വാർത്തകളൊക്കെ AC റൂമിലിരുന്ന് വായിച്ച് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ എത്ര വലിയ കൊലപാതകവും നമ്മൾ ഏതാണ്ട് 2 ഈച്ച ചത്തു എന്ന ലാഘവത്തിൽ വായിച്ചു തീർക്കണമെന്ന നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും ജില്ലകൾ, ഏതാണ്ട് 6 ജില്ലകൾ കടന്നിന്നൊരു ഒരു 2 ആഴ്ചക്ക് മുമ്പ് ആരംഭിച്ചൊരു സംഭവമാണിത്. യാത്ര ചെയ്ത് ഏതാണ്ട് പുല്ലൂർ തൂക്കുപാലത്തിൽ നിൽക്കുമ്പോൾ സൂര്യൻ കത്തിയാളി 39 ഡിഗ്രി സെൽഷ്യസായി. അപ്പോൾ ഞാൻ ശ്രീ റോജി എം ജോണിനെ പോലെയുള്ള പൊതുപ്രവർത്തകരെ ആലോചിച്ചു പോയി, ഇവർക്കൊക്കെ ഇത് പറ്റൂ. കാര്യം ഇവർക്കിത് വെയിലും മഞ്ഞുമൊക്കെ കൊണ്ട് നല്ല പരിചയമായതുകൊണ്ടും എത്ര നടന്നാലും ഇവർക്ക് അവരുടെ അനുഭവ സമ്പത്തൊക്കെ അവർക്കത് ഗുണം ചെയ്യും. എനിക്ക് തോന്നിയത് ഒരുപക്ഷെ ഞാൻ ഇനി ഇങ്ങനൊരു പദയാത്ര നടത്താനും സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും അലച്ചിൽ ഇതിലുണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ വിചാരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കടക്കുന്ന സമയത്ത് ഒരാൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യും, മറ്റൊരാൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് യാത്ര ചെയ്യും. ഇവർക്ക് എന്തിനാ ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാര്യം ഇവർക്കൊരു ഇലക്ഷൻ ടാർഗറ്റൊക്കെ മുന്നിൽ കാണും. നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു ടാർഗറ്റ് ഇല്ല. പക്ഷേ ഞാൻ അറിയുന്നൊരു കാര്യം, ഈ തിരുവനന്തപുരം ഈ യാത്ര ആരംഭിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോട് തന്നെ ഞാൻ ഈ അഭിമുഖത്തിലും പറഞ്ഞു, വ്യക്തിപരമായിട്ടും അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ ഒരല്പം താമസിച്ചു പോയി. നമ്മുടെ നാട്ടിലിപ്പം അമ്മമാർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ ഇപ്പോൾ ഞങ്ങൾ ഈ യാത്ര ഏതാണ്ട് പകുതിയോളം സ്ഥലം കടന്നപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ രാസലഹരി ഉപയോഗിക്കാത്ത ഒരു പഞ്ചായത്ത് പോലും, അവിടെ ഒരാളെങ്കിലും ഉണ്ടാകും, ഒരു പഞ്ചായത്ത് പോലും കേരളത്തിലില്ല. അതുപോലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്
ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ 30% എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഇതിലൊരു 10-15% പെൺകുട്ടികളും പെട്ടുപോകുന്നു. ഈ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളെ നിങ്ങൾ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നിങ്ങളൊന്ന് കാണണം. നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഒരു 15-16 വയസ്സ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും ഈ രാസലഹരിക്ക് അടിമയായി എന്നുള്ളത് നിങ്ങളുടെ യാത്രക്കിടയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഈ യാത്ര കൊണ്ടുണ്ടാകാൻ പോകുന്ന ഒരു ഗുണം, ഞാൻ ആ അഭിമുഖത്തിൽ ലൈവായിട്ട് 24 സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ കേരളത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ സാധാരണ ഒരു റിപ്പോർട്ടിലെ സൂചിപ്പിക്കലൊന്നും ഇല്ലാതെ ഈ ആരാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്, ഒളിവിടങ്ങളിലിരുന്ന് ഈ പാവപ്പെട്ട കുരുന്നുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഈ MDMA പോലുള്ള മാരക ലഹരികൾ കേരളത്തിൽ വിതരണം ചെയ്യുന്ന ഗംഗാപ്രവാഹം എവിടെ നിന്നുണ്ടാകുന്നു എന്നൊക്കെ അവരുടെ ഫോട്ടോ സഹിതം ഒരു 2 പാർട്ടായിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കണം. ആദ്യത്തെ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ പൊതുവിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യവും നമ്മൾ കേരളത്തിൽ ഇമ്മീഡിയറ്റായിട്ട് അടിയന്തരമായി എടുക്കേണ്ട നടപടികളുമായിരിക്കും. 2ാം പാർട്ടിൽ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങൾ, അത് നമ്മൾ മുഖ്യമന്ത്രിക്ക് മാത്രമേ സമ്മാനിക്കൂ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് നടത്തുന്ന ഒരു കോൺക്ലേവിലായിരിക്കും നമ്മൾ ഇത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് ശ്രീ VD സതീശനോട് നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുഖ്യമന്ത്രിയോടും പറഞ്ഞു. മുഖ്യമന്ത്രി വളരെ സന്തോഷത്തോടെ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ റിപ്പോർട്ട് തന്നാൽ അത് മെറിറ്റ് അടിസ്ഥാനത്തിൽ നിശ്ചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. എന്തായാലും ആ അഭിമുഖത്തിന് ശേഷം വളരെ വർദ്ധിച്ച പ്രതികരണങ്ങൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് ഓരോ സ്ഥലം കടന്നു പോകുമ്പോഴും നമുക്ക് മനസ്സിലായത്, ഈ കേരളത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ഈ പ്രശ്നങ്ങൾ വാർത്താമുറിയിലിരുന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതിനേക്കാളും 300 ഇരട്ടി യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ഇപ്പോഴെന്താണ് ഒരു അമ്മയുടെ അവസ്ഥ എന്നറിയാമോ? ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, നിങ്ങൾക്ക് പാറശാലയിൽ പോകുമ്പോൾ അവിടെ ഞങ്ങളെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളോട് പറയായിരുന്നു, അവിടുത്തെ സ്കൂളിൻ്റെ വരാന്തയിൽ ഈ ലഹരി കലർന്നൊരു കൂളെന്ന് പറഞ്ഞൊരു മിഠായി വിതരണം ചെയ്യുന്നുണ്ട്. അത് കുട്ടികളെ ഈ മിഠായിക്കകത്ത് ലഹരി കൂടെ മിക്സ് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്ത് നിരന്തരമാകുമ്പോൾ കുട്ടികൾ അതിന് അഡിക്റ്റ് ആകുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഡോസ് കൂട്ടി അവസാനം ഈ കൊക്കൈൻ പോലെയോ ബ്രൗൺ ഷുഗർ പോലെയോ MDMA പോലെയുള്ള കെമിക്കൽ ലഹരികളിലേക്ക് മാറുന്ന സ്ഥിതി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് പാറശാലയിലും കാട്ടാക്കടയിലും മാത്രമുള്ള പ്രോബ്ലമാണെന്ന് വിചാരിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. പത്തനംതിട്ട ജില്ലയിൽ കയറുമ്പോൾ പത്തനംതിട്ടയുടെ മുനമ്പിൽ നിൽക്കുമ്പോൾ പറയുന്നു, എൻ്റെ താറ ഇവിടെ കൂൾ മിഠായി ഉണ്ടെന്ന് പറയുന്നു. തിരുവല്ലയിൽ എത്തുമ്പോൾ അവിടെയും പറയുന്നു കൂൾ മിഠായി. അപ്പോൾ സംസ്ഥാന വ്യാപകമായി ഈ ചോക്ലേറ്റുകളിൽ ലഹരി കലർത്തുകയും കൂൾ മിഠായി പോലുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സംഘം കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ സംസ്ഥാനത്ത് നിന്ന് പുറത്തു നിന്ന് വന്ന കുറേ ആളുകൾ ഇതിനകത്ത് തീർച്ചയായിട്ടും വാഹകരായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേസമയം നമ്മുടെ ഇടയിൽ തന്നെയുള്ള കുറച്ച് മലയാളി സുഹൃത്തുക്കൾ കർണാടകത്തിലേക്കൊക്കെ യാത്ര ചെയ്ത് അവിടെ നിന്ന് ഈ അന്തർദേശീയ മാഫിയ നെറ്റ്വർക്കുകൾ നിയന്ത്രിക്കുന്ന ചില ആളുകളിൽ നിന്ന് ഈ രാസലഹരി കടത്തി ഇവിടെ കൊണ്ടുവരിക. നിങ്ങൾക്കറിയാം, ഇന്ന് രാവിലെ തന്നെ 500 ഗ്രാമിലധികം MDMA ആണ് പിടിച്ചെടുത്തത്. നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഈ പഞ്ചസാരയുടെ വെളുപ്പുള്ള ഈ സാധനത്തിൻ്റെ ഒരു ചെറിയ തരി നമ്മുടെ നഖത്തിൻ്റെ അടിയിൽ സൂക്ഷിക്കാവുന്ന ഒരു തരി മതി അത് നമുക്ക് അതിൻ്റെ ലഹരി കിട്ടാൻ. അങ്ങനെ 4-5 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അഡിക്റ്റ് ആകും. അഡിക്റ്റായി കഴിഞ്ഞാലുള്ള കുഴപ്പം, നിങ്ങൾ മനോരോഗികളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മനോനില തകർന്നു പോയ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ മനോനില തകർന്നു പോയ ആളിനേക്കാളും കൂടുതൽ മനോനില തകർന്നവനായിരിക്കും ഈ MDMA കഴിച്ച ഒരാൾ. ഞാൻ ഈ ഇടയ്ക്കൊരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി MDMA ഉപയോഗിച്ച ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടാൽ നമുക്ക് വലിയ സങ്കടം തോന്നും. കാരണം കവളൊക്കെ ഒട്ടി, കൈകാലുകളൊക്കെ കോച്ച് വലിഞ്ഞ് ഏതാണ്ട് ഷേപ്പൊക്കെ തെറ്റി, വല്ലാത്ത ഒരു കണ്ണുകളൊക്കെ പുറത്തേക്ക് ഉന്തി വരുന്ന ഒരാളാണ്. നമ്മളെ വിദഗ്ധന്മാർ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു രോഗിയുടെ ആയുസ് ബലം വെറും 7 കൊല്ലമായിരിക്കുന്ന, 7 മുതൽ 12 കൊല്ലം വരെയൊക്കെ അവർ ജീവിച്ചിരിക്കാറുള്ളൂ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ അടുത്തിടെ നിങ്ങൾ കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു പോലീസുകാരനെ കണ്ട് MDMA കൊണ്ട് ഓടിയ ഒരുത്തൻ MDMAയുടെ കവർ വിഴുങ്ങി ആമാശയത്തിൽ കിടന്ന് MDMA പൊട്ടിയിട്ട് അയാൾ മരിച്ചുപോയി. 2 ദിവസം കഴിഞ്ഞ് വേറെ ആളും ഇതുപോലെ എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഈ ആമാശയത്തിൽ കിടന്ന് പൊട്ടിയ ഒരു കവർ കൊണ്ടൊരാൾ മരിച്ചു പോകണമെങ്കിൽ എന്താണ് ഈ MDMA എന്നുള്ളത് നമുക്ക് മനസ്സിലാകുമല്ലോ. നമ്മളെ ഏറ്റവും അലട്ടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ കുട്ടികളിൽ വളരെ ചെറിയ കുട്ടികൾ ഇതുപോലെയുള്ള രാസലഹരി ഉപയോഗിക്കുന്നു. അതുപോലെ പെൺകുട്ടികൾ ഉപയോഗിക്കുന്നു. നമുക്ക് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ചിന്തയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ മനുഷ്യാവകാശത്തെക്കുറിച്ചൊക്കെ ഘോരം പറയുന്നവരാണ്. കുറച്ചു കാലം നമ്മുടെയൊക്കെ കുറച്ച് അവകാശം നഷ്ടപ്പെട്ടു പോയാലും ഇത് നമുക്ക് ചെറുത്തേ മതിയാവൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 85-90 കൊല്ലം വരെ ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന പറയുമ്പോൾ, കേരളം പോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒന്നാമത് നിൽക്കുന്ന ഈ പച്ചപ്പുള്ള മണ്ണിൽ കുറേ കുട്ടികളെ കുരുതി കഴിക്കാൻ
ഈ ഒരു MDMA പോലെയും മറ്റുള്ള കൊക്കൈൻ പോലെയൊക്കെയുള്ള രാസലഹരികൾ കടത്തുന്നു. ഈ ചില ആൾക്കാർ രാസലഹരികൾ കടത്തുന്നവർ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ പോലല്ല, അവർക്ക് പണം ഉണ്ടാക്കണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് നമ്മുടെ നാട്ടിലെ സാധാരണ ചെറുപ്പക്കാർ 15-നും അല്ലെങ്കിൽ 14 വയസ്സിനും ഒരു 24 വയസ്സിനും മധ്യയുള്ള നമ്മുടെ ചെറുപ്പം തിളച്ചു നിൽക്കുന്ന ആളുകളെയാണ് ഇങ്ങനെ ഇത് കഴിച്ചിട്ട് വീട്ടിൽ കയറുന്ന ഒരുവൻ അമ്മയുടെ സ്വാസ്ഥ്യം കെടുത്തും സമാധാനം കെടുത്തും. കാരണം ഈ കൊലക്കത്തിയുമായിട്ട് അവൻ കയറി വരും. ഒരു അമ്മ പറഞ്ഞത്, ഒരു മകൻ പുറത്തു പോയിട്ട് വീട്ടിലേക്ക് രാത്രിയിൽ വന്ന് ബെല്ലടിക്കുമ്പോൾ തുറക്കാൻ പേടിയാണെന്നാണ് പറഞ്ഞത്. കാര്യം തുറക്കുമ്പോൾ അവൻ്റെ കയ്യിൽ കൊലക്കത്തി ഉണ്ടോയെന്ന് അറിയില്ല. ഇത് കഴിച്ച് ശീലിച്ച ആളുകളുടെ മുന്നിൽ ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഒരു അച്ഛൻ്റെയൊക്കെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കാൻ ഒരാൾ തയ്യാറാവുമോ? അമ്മയുടെ പള്ളയ്ക്ക് കത്തി കയറ്റാൻ ഒരാൾ തയ്യാറാവുമോ? മാത്രവുമല്ല, ഈ കുട്ടികൾ പഠിക്കുന്ന പള്ളിക്കൂടങ്ങളിലെ അധ്യാപികമാർക്ക് സാരി ഉടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അത്യാവശ്യം ഈ ലഹരി ഉപയോഗിച്ച് പരിചയമുള്ള പയ്യൻ ബ്ലാക്ക് ബോർഡിൽ എഴുതിക്കൊണ്ടിരുന്ന ടീച്ചറെ കുറിച്ച് പറഞ്ഞ കമൻറ്റ് കേട്ടിട്ട് ടീച്ചർ പിറ്റേന്ന് മുതൽ ചുരിദാറിട്ട് സ്കൂളിൽ പോയി. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആലോചിക്കുക, ടീച്ചറെക്കുറിച്ച് വൃത്തികെട്ട കമൻറ്റുകൾ പറയാൻ ചെറിയ കുട്ടികൾ തയ്യാറാകുന്നെങ്കിൽ ഇത് കുട്ടിയുടെ പ്രശ്നമല്ല, കുട്ടി ഉപയോഗിക്കുന്ന ലഹരിയുടെ പ്രശ്നമാണ്. നമ്മൾ കണ്ണ് തുറന്ന് ഇതിനെ തടഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ചിന്തയുണ്ടാവും, എൻ്റെ കുട്ടിയെ ഞാൻ നല്ലപോലെ വളർത്തുന്നുണ്ട്, സ്കൂളിൽ അവനെ ഞാനാ കാറിൽ കൊണ്ടുവിടുന്നത്, അതുകൊണ്ട് ഇതൊന്നും എൻ്റെ കുട്ടിയെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ ഇതിൽ എൻ്റെ കുട്ടിയെന്നോ നിങ്ങളുടെ കുട്ടിയെന്നോ നിങ്ങൾക്ക് തെറ്റി. കാരണം ഈ മാരകമായ രാസലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ പുറത്തിറങ്ങിയാൽ അവൻ്റെ പോക്കറ്റിൽ കത്തി കാണും. അവനോട് നമ്മൾ എന്തെങ്കിലും ഒന്ന് എവിടെ പോവാണെന്ന് ചോദിച്ചാൽ മതി, ഒറ്റ കുത്തുകുത്തും. കാര്യം അവൻ ശത്രുക്കളായിട്ട് മാത്രമേ മറ്റുള്ളവരെ കാണുന്നുള്ളൂ. അവൻ്റെ ആയുസ് 7 കൊല്ലം അല്ലെങ്കിൽ പരമാവധി 12 കൊല്ലം, 80-85 കൊല്ലം ജീവിക്കാൻ പറ്റുന്ന ഒരുവനാണ്. ഇന്ന് നമ്മുടെ കൊച്ചിയിലെ ലിസി ആശുപത്രിയിലെ ഡോക്ടർ ജോസഫ്, അദ്ദേഹം വളരെ അറിയപ്പെടുന്നൊരു കാർഡിയോളജിസ്റ്റാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിലൊക്കെ നിന്ന ആളാണ്. ഡോക്ടർ ജോ പറഞ്ഞൊരു കാര്യം, ഈ MDMA പോലുള്ള കെമിക്കൽ ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഹൃദ്രോഗമുണ്ടാകാനുള്ള സാധ്യത, ഹൃദയസ്തംഭനം വരാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മുടെ ശരീരഭാഗത്തേക്ക് പോകുന്ന സിഗ്നലുകളെല്ലാം കീഴ്മേൽ മറിയുമെന്ന് മാത്രമല്ല, അകാലത്തിലെ നമുക്ക് രോഗമുണ്ടാകും, നമ്മുടെ കണ്ണുകൾ എഴുന്നു വരും, ആകെ കൂടെ ഒരു ഹാലുസിനേഷൻ, ഒരു ഭ്രമകൽപ്പനയിലും ഭ്രമചിന്തയിലുമായിരിക്കും ആളുകൾ മുന്നോട്ട് പോവുക. മാത്രമല്ല വളരെ പ്രതീക്ഷയോടെ കൊണ്ടുവരുന്ന, അതായത് ഒരു അമ്മ പറഞ്ഞത്, അടുത്ത് കിടക്കുന്ന മകൻ അവരുടെ ശരീരത്ത് അണച്ചു കിടക്കുമ്പോൾ അവൻ്റെ വിരലുകൾ ഓടുന്നതിൽ അവർക്ക് സംശയമുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കുക, ഒരമ്മയാണ്. നമ്മൾ പറയുമല്ലോ, ഈ ഭൂമിയും മാനവും എല്ലാം തീർത്ത് ദൈവമാണെങ്കിലും ആ ദൈവത്തെ ഉണ്ടാക്കിയത് ഒരു അമ്മയാണ് എന്ന് നമ്മൾ പറയും. മലയാളിക്ക് അമ്മയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വികാരമാണ്. നമ്മൾ ആരെയും ചിലപ്പം ഭാര്യയോടൊക്കെ നമ്മൾ വഴക്കുണ്ടാക്കും, പക്ഷേ അമ്മയെന്ന് പറയുന്ന നന്മയുടെ ദൈവത്തോട് നമ്മൾ ആരാണ് വഴക്കുണ്ടാക്കുക? ആ അമ്മയുടെ പേരിലാണ്. ഇപ്പോൾ നമ്മൾ വെഞ്ഞാറമൂട് ഒരു കൂട്ടക്കൊലപാതകം നടന്നു, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ആ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇതുപോലെ എന്തെങ്കിലും കഴിച്ചോ? കാര്യം ഇതിന് മണമില്ല. ഇത് കഴിച്ചാൽ നമ്മൾ മദ്യം കഴിച്ചതുപോലെ അടുത്ത് നിൽക്കുന്ന ആർക്കും മനസ്സിലാകത്തില്ല. കാര്യം ഒരേ ചുറ്റിക കൊണ്ട് 6 പേരുടെ തിരുനെറ്റിയിൽ ഇടിച്ചു പൊട്ടിച്ച് 5 പേരും കൊല്ലപ്പെട്ട് കഴിഞ്ഞ് അത്യാവശ്യം നന്നായിട്ട് കുളിച്ച് തേച്ച ഉടുപ്പൊക്കെ എടുത്തിട്ട് സിമ്പിളായി പോൺസ് പൗഡറൊക്കെ എടുത്ത് നെറ്റിയിലിട്ട് വെഞ്ഞാറമൂട് സിയോട് പോയി പറഞ്ഞു, ഞാനൊരു 6 തട്ടിയേച്ച് വരുവാന്ന്. സിഐക്ക് 20 മിനിറ്റ് എടുത്തു ഇത് വിശ്വസിക്കുക. സിഐ നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു. സിഐ വെച്ച് അവന് വട്ടാന്ന് വിചാരിച്ചു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ ഇവൻ പറഞ്ഞു, ഞാൻ ചുറ്റിക വെച്ചാൽ അടിച്ചത്, നീ എന്തോ വെച്ചോ അടി, നീ അവിടെ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ അങ്ങേക്കൊരു സംശയം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടപ്പോൾ ഒരു പോലീസ് കോൺസ്റ്റബിളോട് പോയി അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോഴാണ് ഒരു വീടിൻ്റെ മുറി തുറന്നപ്പോൾ 2 മൃതദേഹങ്ങൾ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യാനൊരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ തയ്യാറാകുന്നെങ്കിൽ അവൻ സ്വസ്ഥ ബുദ്ധിയിൽ ഇത് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ MDMA പോലുള്ള രാസലഹരി നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നത്, നമ്മൾ കടന്നു വന്ന വഴികളിലെല്ലാം നമ്മൾ പല ആളുകളോടും രഹസ്യമായി സംസാരിച്ചു. നമ്മുടെ ഒരു റിസർച്ച് വിങ് നമുക്കൊപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ട്. ആ റിസർച്ചുകാരുടെ ജോലി എന്ന് പറഞ്ഞാൽ നാട്ടുകാരോട് സംസാരിക്കുക, വിദഗ്ധന്മാരോട് സംസാരിക്കുക, പള്ളിക്കൂട ഹെഡ്മാസ്റ്ററോട് സംസാരിക്കുക. നമ്മുടെ പള്ളിക്കൂടത്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ? നമ്മൾ ഈ കോവിഡിന് ശേഷം ചരിത്രം 2ആയിട്ട് മുറിച്ചൊരു സംഭവമാണ് ഈ കോവിഡ് എന്ന് പറയുന്നത്. 20 മാസക്കാലം കോവിഡ് നമ്മളെ വിഴുങ്ങി. ഈ കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് 2021 ആകുമ്പോൾ ഭയങ്കര സ്വാതന്ത്ര്യമായി. നമ്മൾ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തു, മുറിക്കുള്ളിൽ കയറി കഥവടച്ചിരുന്ന് പഠിച്ചോളാൻ പറഞ്ഞു. അവൻ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് നമ്മൾ അന്വേഷിച്ചില്ല. നമ്മൾ വിചാരിച്ചു അവൻ കുട്ടി ഇങ്ങനെ മണിക്കൂറുകൾ പഠിച്ചുകൊണ്ടിരിക്കുക. അമേരിക്കയുടെ ഒരു ഗവേഷണം നടന്നു, നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല. 300 ചെറുപ്പക്കാരികളിൽ നടത്തിയ അന്വേഷണമായിരുന്നു. അപ്പോൾ എത്ര മണിക്കൂർ കുടുംബത്തിലെ അംഗങ്ങളുമായി ഇവർ സംസാരിക്കുന്നു എന്നതായിരുന്നു അവരുടെ ഗവേഷണ വിഷയം. എന്നാൽ 16 മണിക്കൂർ ടെക്നോളജിയുമായി ഏറ്റുമുട്ടിയ ആളുകൾ ഒരിക്കൽ പോലും വീട്ടിലെ ഒരാളോടും സംസാരിച്ചില്ല. ടെക്നോളജി എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിലൂടെ സംസാരിക്കുക.
നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഈ വാട്സപ്പിൽ വരുന്ന സന്ദേശങ്ങളൊന്നും നമ്മൾ വീട്ടിലെ കുട്ടികൾ കാണിക്കുമ്പോൾ നമ്മളതിനൊന്നും വലിയ ചെവി കൊടുക്കാറില്ല. ഇപ്പോൾ വാട്സപ്പിൻ്റെ ഒരു കാലമാണ്. നമ്മളിപ്പോൾ വീട്ടിലെ കഞ്ഞി കുടിക്കുമ്പോൾ അടുത്ത മുറിയിരിക്കുന്ന മകനോട് കഞ്ഞി കുടിക്കാൻ വരാൻ പറയും, നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാണ്. മകനെ കഞ്ഞി റെഡിയായി വേഗം വന്ന് കുടിച്ചിട്ട് പോകുമെന്ന് പറയുന്നത് വാട്സപ്പിൽ അയക്കത്തക്കോലെ നമ്മൾ വളർന്നു കഴിഞ്ഞു. നമ്മൾ അതേസമയം ഈ വാട്സപ്പിലൊക്കെ നിങ്ങൾ വലിയ അപകടമാണ് ഈ വാട്സപ്പിൻ്റെയൊക്കെ ചില മെസ്സേജുകൾ. അതായത് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവൻ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കുന്നത്, ഞാൻ MA പാസ്സായവനാണ്, എനിക്ക് നിന്നോട് പ്രണയം കൊണ്ട് തീരാത്ത അവസ്ഥയിലിരിക്കുക, നീ എൻ്റെ കൂടെ 10ാം ക്ലാസ് പോലും പാസ്സായി കാണത്തില്ല. അവനുമായിട്ട് ഒളിച്ചോടി ഏതെങ്കിലും ഒരു ജില്ലയിൽ നിന്നുകൊണ്ട് പോലീസുകാർ പിടിക്കുമ്പോഴാണ് അറിയുന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കണ്ട മെസ്സേജ് അനുസരിച്ച് സ്ഥലം വിട്ട പെൺകുട്ടിയാണെന്ന്. ഞങ്ങൾ തന്നെ വാർത്താമുറിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള എത്ര വാർത്തകൾ കാണുന്നു. ഞങ്ങളുടെ റിപ്പോർട്ടർ തന്നെ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കണ്ടുപിടിച്ച് പിതാക്കന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് മാത്രം മനസ്സിലാക്കുക, നമ്മുടെ വാർത്താമുറികളിൽ നിന്ന് വരുന്ന വാർത്തകളിൽ പകുതി പോലും നമ്മൾ പലപ്പോഴും സംപ്രേഷണം ചെയ്യാറില്ല. കാരണം നമ്മുടെ സമൂഹം കിടുങ്ങിപ്പോകും. മാത്രമല്ല ചില വാർത്ത, ഇപ്പോൾ കൊച്ചു കുഞ്ഞിനെയൊക്കെ നെഞ്ചത്ത് കുത്തി ഇറക്കി എന്ന് പറഞ്ഞൊരു വാർത്ത പ്രക്ഷേപണം ചെയ്യാൻ നമ്മുടെ ചങ്കിടിച്ചു പോകും. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു 45 വയസ്സ് മകൻ കിടപ്പ് രോഗിയായ ഒരമ്മയെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആഷ്മി താജ് ഇബ്രാഹിമിൻ്റെ വായിക്ക് പൊത്തി. ഞാൻ പറഞ്ഞു ആ വാർത്ത വായിക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം ആ വാർത്ത വായിച്ച് നമ്മുടെ സമൂഹത്തെ നടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം, ഇത് പല ആളുകളും ഇത്ര കാലവും മൂടി വെച്ചിരുന്നു. നമ്മളിനി ആരെയും കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല. സർക്കാർ ചെയ്തില്ലെന്നോ പ്രതിപക്ഷം ചെയ്തില്ലെന്നോ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. കാരണം ഇപ്പോൾ ഒരു തർക്കത്തിനല്ല സമയം. നമുക്ക് എത്രയും പെട്ടെന്ന്, കാര്യം 1 മണിക്കൂറിൽ നമ്മുടെ സംസ്ഥാനത്ത് 12 മുതൽ 15 ആളുകൾ വരെ ഇത്തരം മാരകമായ ലഹരിക്ക് അടിമയാകുന്നുണ്ട്. ഒരു ദിവസം ഒരു 280-290 ആളുകൾ ഇങ്ങനെയുള്ള ലഹരിയിൽ അഭയം പ്രാപിക്കുന്നു. അപ്പോൾ മനോരോഗം ബാധിച്ചവരെക്കാളും ഗതികേടാണ് ഇവർ. നിങ്ങൾ ഏതെങ്കിലും വലിയ ആശുപത്രിയുടെ ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി നോക്കിക്കോളൂ. അല്ലാത്ത അപകടമാണ് ഇവർക്ക് ഒരുതരം കൊലപാതക ഭ്രമമാണ്. കത്തിയുമായി നടക്കുകയാണ് ആരെ കുത്തണമെന്ന് വിചാരിച്ചിട്ട്. മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുള്ള സ്വൈര ജീവിതം, സ്വാസ്ഥ്യം, സമാധാനം, ഇതൊക്കെ നമുക്ക് വെറും കഥകളായി മാറും. അതുകൊണ്ട് നിങ്ങൾ കാണുന്നത് പോലെയല്ല ഇത്. ശരിക്കും ഞാനിത് കുറച്ച് യാത്ര ചെയ്തപ്പോൾ നല്ല വെയിലൊക്കെ അടിച്ചപ്പോൾ ഞാൻ പുല്ലൂർ തൂക്കുപാലത്തിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് അവിടെ നിൽക്കുമ്പോൾ 1877 ഈ തൂക്കുപാലം സ്ഥാപിച്ചത്. ബ്രിട്ടീഷുകാരെന്ത് വിവരമുള്ളവരായിരുന്നു, ഇത്രയും നല്ലൊരു തൂക്കുപാലം ഉണ്ടാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എത്രയാ ചൂടെന്ന് ചോദിച്ചാൽ 39 ഡിഗ്രിയാണ്. അപ്പോഴൊക്കെ എനിക്ക് ഈ വേനലിനെ അതിജീവിച്ച് എനിക്ക് എൻ്റെ ഈ യാത്ര തുടങ്ങാൻ പറ്റുമോ? കാരണം ഞാൻ 16-18 മണിക്കൂർ സ്റ്റുഡിയോയിൽ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വെയിലടിച്ച് യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയം. ഇപ്പം ഞാൻ കുറച്ചുകൂടെ എന്തോ ഒരു കാര്യം ചെയ്യുന്ന ഒരു ഫീലിലാണ്. കാരണം എനിക്കെന്തോ ചെയ്യാനുണ്ട് എന്നൊരു തോന്നൽ. 40 കൊല്ലക്കാലം എന്നുള്ളതൊന്നും എൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നമല്ല. അത് ഏത് ജോലി ചെയ്താലും 40 കൊല്ലം നമ്മൾ ചെയ്താൽ അത് കടന്നു പോകും. വെറുതെ എല്ലാ ഭാര്യയൊക്കെ അഭിനയിച്ച ആളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പം 40 കൊല്ലം അതിനിടയിൽ പെട്ടുപോയ ഭാര്യമാരാണ് വെറുതെ എല്ലാ ഭാര്യമാർ. അപ്പം ഞാൻ പറയുന്നത്, ഈ 40 കൊല്ലത്തിൻ്റെ ആഘോഷമല്ല ഇവിടെ പ്രശ്നം. അടിയന്തിരമായൊരു സാഹചര്യം നമ്മളെ വേട്ടയാടുന്നു. നമ്മുടെ നാട്ടിൽ സമാധാനം വേണോ? നമ്മുടെ ചെറിയ കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കണോ? നമ്മുടെ പള്ളിക്കൂടം വരാന്തകളിൽ നമ്മൾ സാധാരണ കുട്ടിയെ ചേർത്താൽ പിന്നെ ആ വഴിക്ക് നമ്മൾ പോകത്തില്ല. ഇനി നമുക്കത് പറ്റില്ല. നമ്മുടെ കുട്ടി വീട്ടിൽ നിന്ന് പോയാൽ വഴിക്കണ്ണുമായി വൈകുന്നേരം വരെ നമ്മൾ കാത്തിരിക്കുന്നവരാണ്. നമ്മളങ്ങനെ ചെയ്യാൻ പറ്റില്ല. സ്കൂളിൽ പോയി ടീച്ചറോട് ചോദിക്കണം കുട്ടി വന്നിരുന്നോ. പെൺകുട്ടികളൊക്കെ വാട്സപ്പിൽ സംസാരിക്കുന്ന ആരോടാണെന്ന് നമ്മൾ ചോദിക്കണം. കാരണം കോടതി പോലും ഈയിടെ പറഞ്ഞ എന്താണെന്നറിയാമോ? കയ്യിൽ ചൂരിലെടുത്തോളാൻ പറഞ്ഞു അധ്യാപകരോട്. ചൂരിൽ ബാക്കിൽ മറച്ചു വെച്ച് നടക്കുന്ന ഒരു അധ്യാപകൻ നമുക്ക് പരിചയമുണ്ടായിരുന്നു. എന്നാൽ ഈ അധ്യാപകൻ കുട്ടിയൊന്ന് ശാസിച്ചു പോയാൽ, അവൻ്റെ ചെവിക്കൊന്ന് പിടിച്ചാൽ, അവനെ സ്കൂളിൽ പോയി ചീത്ത വിളിച്ച് അവനെ കോടതി കയറ്റി അവൻ്റെ ഇടപാട് തീർത്തു വിടുന്ന ഒരു രീതി കൊണ്ട് അധ്യാപകർ പിന്മാറി. അധ്യാപകർക്ക് പാടാണ്. മാത്രമല്ല പല കോളേജ് വരാന്തകളിലും ഇത്തരം MDMAയും അതുപോലുള്ള രാസലഹരിയും വിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ശാസ്താംകോട്ട DB കോളേജിൻ്റെ വരാന്തയിൽ ഞങ്ങൾ ഒരു ഐശ്വര്യമുള്ള മുളങ്കാട് കണ്ടു. ഈ മുളങ്കാടിനോട് എനിക്കൊരു സോഫ്റ്റ് കോർണർ ഉള്ളത്. വയലാർ മുളങ്കാടെന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നത് കണ്ടുകൊണ്ട് നമ്മൾ ഈ മുളങ്കാടിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളുടെ വാർത്താ സംഘം കയറി. നമ്മൾ പറഞ്ഞു, പ്രകൃതി ഒരു മുളങ്കാടായി മാറുന്ന കാഴ്ച കൊള്ളാമല്ലോ. അപ്പോഴാണ് പിന്നിൽ നിന്നൊരാൾ പറഞ്ഞത്, രാവിലെ 9 മണിക്ക് മറ്റേ ചേട്ടന്മാർ വരും MDMA ആയിട്ട്. ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. അവിടെ സ്കൂൾ കുട്ടികളുണ്ട്, പുറത്തുള്ള പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവിടെ അതുവഴി വന്ന ഒരു എക്സൈസ് ഇൻസ്പെക്ടറോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മൂക്കിന് കീഴേ സംഭവിച്ചിട്ട് നിങ്ങളെന്താ ഒന്നും ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ അങ്ങോട്ട് നോക്ക്, അത് ശാസ്താംകോട്ട കായലാണ്. പിള്ളേരെ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ പിള്ളേർ കായലിലെടുത്തിയാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ നാട്ടുകാർ നമ്മുടെ തൊപ്പി തെറിപ്പിക്കുക മാത്രമല്ല നമ്മളെ വിടുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു യുദ്ധമുഖത്ത് കാർഗിൽ യുദ്ധത്തിൽ നിൽക്കുമ്പോൾ എതിരെ നിൽക്കുന്ന എത്ര പട്ടാളക്കാരൻ മരിക്കുമെന്ന് ആലോചിച്ചിട്ടാണോ നമ്മൾ യുദ്ധം ചെയ്യുക? നമ്മൾ കാർഗിലിൻ്റെ ഉദാഹരണം പറഞ്ഞ കാര്യം, മലമുടിയിൽ നിന്ന് പാകിസ്ഥാൻ നമ്മളെ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ ഓരോ സീനിയർ ഓഫീസർമാർ കാർഗിലിൻ്റെ മലമുടിയിലേക്ക് കയറിപ്പോയി.
കാരണം കാർഗിൽ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇന്ന് നിങ്ങൾ രാത്രിയിൽ നിങ്ങൾ കിടക്കുമ്പോൾ വെറുതെ ആലോചിച്ച് നോക്കണം. നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പ്രതീക്ഷയിൽ വളർത്തിക്കൊണ്ട് വരുന്നതാണ്. 1-2 കുട്ടികളായിരിക്കും ഒരു വീട്ടിലുണ്ടാകുന്നത്. ആ കുട്ടികളെ നരാധമന്മാർക്ക് നമ്മൾ കാഴ്ചവെക്കണോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുപോലെ അമ്മമാർ പലപ്പോഴും ഈ കുട്ടികളോട് ഉള്ള ഒരു താല്പര്യത്തിൽ ഈ അമ്മമാർ പലപ്പോഴും ഇതൊന്നും പുറത്ത് പറയാറില്ല. അമ്മമാർ പറയാറേയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല, തൻ്റെ കുട്ടിക്ക് ഇത് സംഭവിക്കുന്നു എന്ന് ആരോടും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. എന്നാൽ അമ്മമാർ ഈ പരിപാടി നമ്മൾ ജില്ലകൾ കടക്കുമ്പോൾ അമ്മമാർക്കൊരു ധൈര്യം വന്നിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുന്നു, സ്വന്തം മകൻ MDMA കടത്തുകാരനാണെങ്കിൽ എൻ്റെ മകൻ ഒരു വ്യാജ കടത്തുകാരനാണെന്ന് പറഞ്ഞ് പോലീസിൽ ഏൽപ്പിക്കുന്നു. അതിനിടയിൽ വാർത്ത വരുന്നു, അമ്മയും മകനും ചേർന്ന് രാസലഹരി കടത്തിക്കൊണ്ട് വരുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയാണ്. 2021 600 കേസായെടുത്തെങ്കിൽ 2022 ആകുമ്പോൾ 1200 ആകുന്നു. ഇപ്പോൾ 10,000 കേസായെന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, കേരളം എന്ന് പറഞ്ഞാൽ ഒരു 3 മാസങ്ങൾക്കുള്ളിൽ നമ്മളിതിനെ പിടിച്ചു നിർത്തുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കൺട്രോൾ വിട്ടുപോകും, നമ്മുടെ നിയന്ത്രണം വിട്ടുപോകും. ഇപ്പം തന്നെ നമ്മുടെ നിയന്ത്രണം കുറച്ച് ഒലഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോഴും എനിക്ക് കേരളത്തിലെ പോലീസ് സേനയിൽ വിശ്വാസമുണ്ട്, നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് വിശ്വാസമുണ്ട്. കാരണം മിടുക്കരായ പോലീസ് ഓഫീസേഴ്സ് ഉള്ളൊരു സേനയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഖ്യാതി നേടിയ പോലീസ് സേന നമുക്കുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർ ഇടപെടാതിരിക്കുകയും അവരെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ വിടുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവരിതിനൊരു അവസാനം ഉണ്ടാക്കും. മുഖ്യമന്ത്രിയോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. രാഷ്ട്രീയ ഇടപെടലില്ലാതെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞു, ഇതിൽ കൂടുതൽ അവസ്ഥ കേരളത്തിന് വരാനില്ല. അങ്ങനെ ഇതിൽ താമസിക്കരുതെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ. നമ്മൾ ശരിക്കും അമ്പരന്ന് പോകുന്ന കാഴ്ച കണ്ടാണ് നമ്മൾ ഈ അങ്കമാലി വരെ എത്തിയത്. അതുകൊണ്ട് ഒരു അഭ്യർത്ഥന കൂടി നിങ്ങളോട് എനിക്കുണ്ട്. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. നമ്മൾ ഏപ്രിൽ 20-ാം തീയതി നമ്മൾ കാസർഗോഡ് എത്തും. ഈ 30 ദിവസം 14 ജില്ലകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടും. ഏപ്രിൽ 20-ാം തീയതി അവസാനത്തെ MDMA വിൽപ്പനക്കാരനും അവസാനത്തെ രാസലഹരി വിൽപ്പനക്കാരനും ഈ നാട് വിട്ടുപോകണം. ഈ നാട്ടിലുണ്ടാകാൻ പാടില്ല. കാരണം കേരളത്തെ കൊലയ്ക്ക് കൊടുക്കാൻ നമുക്കാർക്കും കഴിയില്ല. നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വത്താണ്. നിങ്ങളെപ്പോഴും ആലോചിക്കേണ്ടത് ഈ നാട് എനിക്കെന്ത് ചെയ്തു എന്നുള്ളതല്ല, ഈ നാടിന് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് തൊട്ട അയൽപ്പക്കത്തെ, നമ്മുടെ കോവിഡ് കാലത്ത് അയൽപ്പക്കത്തേക്കുള്ള തുറക്കുന്ന ജനാല നമ്മൾ അടച്ചു വെച്ചവരാണ്. നമ്മൾ ആ വാതിലൊന്നും പിന്നെ തുറന്നിട്ടേ ഇല്ല. നമ്മൾ തുറക്കണം, നമ്മൾ സംഘം ചേരണം, നമ്മൾ കൂട്ടായി പ്രവർത്തിക്കണം. കാരണം എന്താണെന്നറിയാമോ, ഇത് താൻസാനിയ പോലെയുള്ള രാജ്യങ്ങളിൽ ഇരുന്ന് വലിയ മാഫിയ സംഘം നിയന്ത്രിക്കുന്ന സാധനമാണ്. അമേരിക്കയിലോ ലാറ്റിൻ അമേരിക്കയിലോ ഒക്കെ ഇരുന്ന ആളുകൾ നിയന്ത്രിക്കുന്ന സാധനമാണ് നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ പ്രദേശങ്ങളിലും അങ്കമാലിയിലും വരുന്നത്. അത് നമ്മൾ തടയണം, തടഞ്ഞേ പറ്റൂ. അപ്പോൾ ഇതിന് നിങ്ങൾ അണിചേരണം. ഇതിൽ സമുദായമില്ല, രാഷ്ട്രീയമില്ല, ഒരു പരിഗണനയുമില്ല. നമുക്ക് 1 മണിക്കൂർ നേരത്തെയെങ്കിലും അത്രയും നേരത്തെ എന്നേക്കുമായി ഈ പ്രശ്നം ഇവിടെ അവസാനിക്കണം. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഷാപ്പിൽ കയറി ഇതിൽ കള്ളു കുടിക്കുന്ന പോലെ അല്ല ഇത്. ഇത് മാരകമായ ഗുരുതരമായ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ എല്ലാവരും അലകടൽ പോലെ അലറിയടിച്ച് ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയണം, നമ്മുടെ നാട്ടിൽ രാസലഹരി അനുവദിക്കില്ല, അതുവഴിയുള്ള അക്രമം അനുവദിക്കില്ല. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. ഗുഡ് ബൈ. എല്ലാവരുടെയും കയ്യിലൊരു ഫോം തന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് അത് ഒന്ന് ഫില്ല് ചെയ്ത് അത് അവിടെ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിൽ അതിൻ്റെ താഴെ ആ കൗണ്ടർ ഫോയിൽ ഒന്ന് കട്ട് ചെയ്തിടണം. നമ്മൾ എറണാകുളം എല്ലാ ജില്ലയിലും ഇത് നറുക്കെടുക്കുന്നുണ്ട്. ആ നറുക്കെടുപ്പിൽ ഒരു ജില്ലയിൽ ഒരാൾക്ക് ഒരു ഗംഭീര വിദേശയാത്രയാണ് സമ്മാനമായി തരിക. ബെന്നീസ് റോയൽ ടൂർസ്. അത് എറണാകുളത്തെ നറുക്കെടുപ്പ് നമ്മൾ അല്പസമയത്തിനകം നടത്തുന്നുണ്ട്. അപ്പോൾ ആരുടെയെങ്കിലും പക്കൽ അത് ബാക്കിയുണ്ടെങ്കിൽ അത് ആ ബോക്സിൽ ഇടുക. അതിൻ്റെ ബാക്കി ഭാഗം ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് വരും, അവരുടെ കയ്യിൽ തിരികെ കൊടുത്താൽ മതി. ഓക്കെ. ഇപ്പോൾ നമ്മളോടൊപ്പം ഫാദർ വർഗീസ് പാലാട്ടി കൂടി ഒരു അതിഥി കൂടി ചേരുകയാണ്. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഫാദറിന് 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയമുള്ളവരെ, വളരെ സന്തോഷവും അഭിമാനവും തോന്നി. മാധ്യമരംഗത്ത് 40 വർഷം പൂർത്തിയാക്കുന്ന SKN 40 എന്ന പേരിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ചെയ്യുന്ന വളരെ കാലിക പ്രസക്തമായിട്ടുള്ളൊരു കാര്യത്തിനാണ് ഇന്ന് അങ്കമാലിയിൽ ഞങ്ങളെല്ലാവരും സാക്ഷ്യം വഹിക്കുക. MLAയും മുനിസിപ്പൽ ചെയർപേഴ്സണും അങ്കമാലിയിലെ കൗൺസിലേഴ്സും അങ്കമാലി നാട്ടുകാരെല്ലാവരും ഇതിന് പിന്തുണ നൽകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത്രയധികം ആൾക്കാർ ഈ വൈകുന്നേരം ഞായറാഴ്ച ദിവസത്തോടെ ഒരുമിച്ച് കൂടിയിരിക്കുക. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ നവതി ആഘോഷമായിരുന്നു ഇന്നലെ. വളരെ സന്തോഷത്തോടെ ആരംഭിച്ചപ്പോൾ ഒരുപക്ഷെ 24-ൻ്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം ഞങ്ങൾ പ്രാവർത്തികമാക്കുന്ന നവതിയുടെ പ്രോജക്റ്റിൽ വളരെ പ്രധാനപ്പെട്ട 2 പ്രോജക്റ്റുകളായിട്ട് വെച്ചിരിക്കുന്നത്
സ്കൂൾ തലങ്ങളിൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളുകളിലും നമ്മുടെ മറ്റ് സ്കൂളുകളിലും കോളേജുകളിലും പോയിട്ട് അവയർനെസ് പ്രോഗ്രാം ലഹരിക്കെതിരെ, പ്രത്യേകിച്ച് രാസലഹരിക്കെതിരെ നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം BMC സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും സ്കൂളുകളിൽ പോയി കൗൺസിലിംഗ് നടത്തുവാനും ഇതിന് ഒരു ക്യാമ്പയിൻ അവയർനെസ് നടത്തുവാനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനം നൽകിയത് തീർച്ചയായിട്ടും 24 ചാനലിലെ SKN 40 ആണ്. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ യജ്ഞത്തെ. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ LF ആശുപത്രിയിലൊക്കെ ചില സമയത്ത് അപകടങ്ങൾ കഴിഞ്ഞ് വരുന്ന പേഷ്യൻസിനെ കാഷ്വാലിറ്റിയിൽ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് അപരിചിതരായിട്ടുള്ള ചില പേഷ്യൻസ് ആരാണെന്ന് തിരിച്ചറിയാനായിട്ട് അവരുടെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ പരിശോധിക്കുമ്പോൾ പല ചെറുപ്പക്കാരുടെയും പോക്കറ്റുകളിൽ നിന്ന് രാസലഹരികൾ കണ്ടെത്താറുണ്ട്. അത് പോലീസിനെ അറിയിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഒത്തിരിയേറെ യുവജനങ്ങൾ, വിദ്യാർത്ഥികളൊക്കെ ഈ രാസലഹരി വളരെ രഹസ്യമായിട്ടും പരസ്യമായിട്ട് ഉപയോഗിക്കുന്നു. അതിനെതിരെ നടത്തുന്ന ഈ ഒരു പരിശ്രമം ഏറ്റവും വിജയകരമായിട്ട് തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. SKN 40യുടെ ഈ യത്നത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. താങ്ക് യു. നമ്മുടെ കുട്ടികൾക്ക് ഒരു പടം എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പടമെടുപ്പാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ ഈ ഔദ്യോഗികമായി യോഗം അവസാനിപ്പിക്കുകയാണ്. ഈ ഫോം അല്ലേ നമ്മുടെ ബെന്നി സാർ അവിടെ ഉണ്ടല്ലോ. ബെന്നി സാറേ, നമുക്ക് നറുക്കെടുക്കണ്ടേ? ബെന്നി സാറ് ഓക്കെ. അത് നിങ്ങളറിയുന്ന പോലെ ഇന്നലെ ഒരു 200 അമ്മമാരെ നമ്മൾ കടൽ കാണിക്കാൻ കൊണ്ടുപോയിരുന്നു. അമ്മമാർ കടലൊക്കെ കണ്ടു, നല്ല അറബിക്കടലൊക്കെ സൂപ്പറാന്ന് പറഞ്ഞു. അതുപോലെ സിംഗപ്പൂർ കാണിക്കാൻ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഫാദറിൻ്റെ മോഹവില പറഞ്ഞില്ലല്ലോ, 500 കോടി. ഇതിൻ്റെ യഥാർത്ഥ വില 300 രൂപ. മോഹവിലയാ 500 crores. ഞങ്ങളുടെ മോഹം കേട്ടോ, അങ്ങനെ ശരി. അല്ല, ഞാൻ ഉണ്ണി ഒരു കാര്യം പറയാം. ഇവർ എന്നോടൊരു കാര്യം, അങ്കമാലിയിലെ മാരത്തോൺ ഏപ്രിൽ 6-ാം തീയതി ആരംഭിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. ആ മാരത്തോണിന് നമ്മുടെ എല്ലാവിധമായ ആശംസകളും. അപ്പോൾ ജീവധാര നടത്തുന്ന മാരത്തോണിന് 24 എല്ലാ ആശംസകളും. അപ്പോൾ നമ്മുടെ വാർത്തയിലും പറഞ്ഞേക്കാം അല്ലേ? വരൂ. താങ്കളൊരു വാക്ക് ആണോ? എല്ലാവർക്കും പ്രത്യേക എന്താ പറയുക ആശംസ നേരുന്നു. SKയുടെ 40 വയസ്സിൽ 39 കൊല്ലത്തെ 40ാമത്തെ സർവീസിൽ 40. എനിക്ക് 65 വയസ്സായി കേട്ടോ. 40 കൊല്ലത്തെ സർവീസിലെ 40ാമത്തെ കൊല്ലത്തെ സർവീസ് മാറ്റുരക്കുന്ന ഒരു ഇതാണ് എന്ന് കൂടി അറിയിച്ച് എല്ലാവിധ ആശംസകളും. ലക്ഷദ്വീപിൽ നിന്നുള്ള ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഞാൻ രാജ്യത്തെ ഒരു ഭിന്നശേഷി യാത്രയ്ക്ക് തുടക്കമിടുന്നു, കാശ്മീർ മുതൽ കവരത്തി വരെ. അതിൻ്റെ ഔപചാരിക എൻട്രിയാണ് ഇത് എന്ന് മാത്രം പറഞ്ഞ് എല്ലാ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. ഓക്കെ, താങ്ക് യു. മക്കളെ ടാറ്റ കേട്ടോ. അപ്പം നമ്മുടെ എല്ലാ ജില്ലയിലും ഒരു നറുക്കെടുപ്പ് നടക്കുന്നുണ്ട്. അതിൽ ബെന്നി 1 ലക്ഷം രൂപ ചിലവാക്കി ഇതിൽ വിജയിക്കുന്ന ഒരു ജില്ലയിലെ ഒരാളിന് സിംഗപ്പൂരിൽ കൊണ്ടുപോകും. സിംഗപ്പൂർ ക്രൂസ്. അതെ, SKൻ്റെ ഈ വലിയ ലഹരി യാത്രയിൽ 14 ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വ്യക്തികൾക്ക് 1 ലക്ഷം രൂപയുടെ ഒരു ക്രൂയിസ് യാത്ര, സിംഗപ്പൂർ ക്രൂയിസ്. അതിൻ്റെ എറണാകുളത്തിന് മൊത്തം 14 ലക്ഷത്തിൻ്റെ ഒരു ക്രൂയിസാണ്, പാക്കേജാണ് നമ്മൾ ഇതിനോട് ചേർന്ന് കൊടുക്കുന്നത്. അത് എറണാകുളം ജില്ലയുടെ നറുക്കെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. സാംലിൻ ഇവിടെ എങ്ങാനും സാംലിൻ ഉണ്ടോ? സിംഗപ്പൂരിൽ പോയുള്ള ആള്
ഇല്ലെങ്കിൽ സാംലിനുണ്ടോ? സാംലിൻ ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ഡയൽ ചെയ്ത് നോക്കാം. സാംലിൻ 9961983868. വരൂ. ഈ താമലിനാണ് എറണാകുളം ജില്ലയിൽ നിന്ന് സിംഗപ്പൂർ പോകാൻ പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത് താങ്കൾ? പാസ്പോർട്ട് ഉണ്ടോ? ഓക്കെ. അപ്പോൾ ബെന്നി സാറേ ഒന്ന് ആശംസിക്കൂ. പിന്നെന്താ? അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, എന്തായാലും വളരെ ഭാഗ്യവാനാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ പ്രതിനിധീകരിച്ച് ഈ 24 ചാനൽ നടത്തുന്ന ഈ വലിയ ആഘോഷ യാത്രയിൽ പങ്കാളിയാവാനുള്ള ഭാഗ്യം ലഭിച്ചു. എല്ലാ അനുമോദനങ്ങളും. എവിടെ വീട്? കിടങ്ങൂരാണ്. ഓക്കെ. പാസ്പോർട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാം തയ്യാറായിക്കോളൂ. എല്ലാം പോകാനുള്ള എല്ലാ തയ്യാറും. 26-ാം തീയതിയാണ് നമ്മൾ യാത്ര ഒരുക്കുന്നത്. മറ്റു വിശദ വിവരങ്ങൾ ഓഫീസിൽ നിന്ന് അറിയിക്കും. ഓക്കെ, താങ്ക് യു. ഒരു നന്ദി മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് പറയാം. 40 വർഷമായി നമ്മുടെ 24 ചാനല് ഇതുപോലെ SKN അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്കമാലിയിൽ വരികയും രാസലഹരിക്കെതിരെ ശക്തമായിട്ട് ഒരു പ്രചരണം നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ആദ്യമായിട്ട് SKN എന്നറിയപ്പെടുന്ന നമ്മുടെ മാധ്യമങ്ങളിലെ ഏറ്റവും വലിയ ഒരു കഥാപാത്രമായ ശ്രീകണ്ഠൻ നായർക്ക് ഇവിടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അങ്കമാലിയുടെ പേരിൽ നിഷാദ് വരച്ച SKNൻ്റെ ഒരു പടം അദ്ദേഹം ഈ സമയത്ത് ശ്രീകണ്ഠൻ നായർക്ക് നൽകിക്കൊണ്ട് അദ്ദേഹം അത് സ്വീകരിക്കുന്നു. താങ്ക് യു. പടത്തിലാക്കി എന്ന് പറയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഇവിടെ വന്ന് നമ്മുടെ ഈ പരിപാടികൾക്ക് ഊർജം പകർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ റോജി M. ജോണിനും ഈ 24 ചാനലിന് വേണ്ടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഷിയോ പോള് നമുക്കറിയാം. അദ്ദേഹം 24 ചാനലായിട്ട് വളരെ നാളുകളായിട്ടുള്ള ബന്ധമുണ്ട്. ജെയിംസ് ചേട്ടനായിട്ട് ഭയങ്കര അടുപ്പമുണ്ട്. അങ്ങനെ അദ്ദേഹം അങ്കമാലിയിൽ ഈ പരിപാടി വരാനായിട്ട് എല്ലാ സഹകരണവും ചെയ്തു. അങ്കമാലിയിലെ മുനിസിപ്പൽ കൗൺസിലേഴ്സ് എനിക്ക് തോന്നുന്നു ഏതാണ്ട് എല്ലാവരും തന്നെ ഈ വേദിയിൽ വന്നു. കുറച്ച് പേര് പോയി. എന്നാലും മുനിസിപ്പൽ കൗൺസിലേഴ്സ് ഷിയോ പോളിൻ്റെ പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇവിടെ വന്ന് ഈ ഒരു സംഗമത്തിൽ പങ്കെടുത്തു. എല്ലാ മുനിസിപ്പൽ കൗൺസിലർമാർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങൾ വ്യാപാരി സുഹൃത്തുക്കൾ, ഞങ്ങൾ വ്യാപാരി വ്യവസായിയുടെ ജില്ലാ സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നു, ശ്രീ NV പോളച്ചൻ, ശ്രീ സാജു ചാക്കോ, നമ്മുടെ മാരത്തോണിൻ്റെ ജീവധാരയുടെ സാജു ചാക്കോ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിക്സൺ മാവേലി ഞങ്ങളുടെ വ്യാപാരി വ്യവസായി സംസ്ഥാന കൗൺസിൽ അംഗമാണ്. അങ്ങനെ ഞങ്ങളുടെ വ്യാപാരികളും ഈ അങ്കമാലി സമൂഹവും എല്ലാവരും വന്ന് ഈ ഷോ ഇത്ര വിജയമാക്കി. ഒരിക്കൽ കൂടി ശ്രീകണ്ഠൻ നായർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മളൊരു ചെറിയ ഗിഫ്റ്റ് മോന് കൊടുക്കുകയാണ്. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാം പ്രതികരണത്തിനും നിങ്ങളുടെ സാന്നിധ്യത്തിനും നന്ദി.